الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറ്റവും സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഈ മാസത്തിലെ നമ്മളുടെ പുണ്യപ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചിട്ടുള്ള തെറ്റുകുറ്റങ്ങളും പാകപ്പിഴവുകളും എല്ലാം അല്ലാഹു കൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. മണ്ണാർക്കാട് മുസ്ലിയാഹി പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതിയാണ് ഈ വിശുദ്ധ റമദാൻ മാസത്തിലെ ഞായറാഴ്ചകളിലെ ഈ പഠന ക്ലാസ്. നിരവധി പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും വ്യത്യസ്തമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള വൈജ്ഞാനികമായ ചർച്ചകൾ നടത്തുന്ന, വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പരിപാടി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകുന്നു. മുമ്പോടെ സൂചിപ്പിച്ചതുപോലെ റമദാനിന്റെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഏറെ പുണ്യമുള്ള സമയങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പുണ്യം നമ്മുടെ ജീവിതത്തിൽ കരസ്ഥമാക്കാൻ ആവശ്യമായ സൽപ്രവർത്തനങ്ങൾ ഓരോ സമയങ്ങളിലും നിർവഹിച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളത് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോട് വസിയത്ത് ചെയ്യുകയാണ്. ജാഹിലിയ്യത്തിന്റെ അടയാളങ്ങൾ എന്ന ഒരു പ്രസക്തമായ വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായ അവതരണത്തെ ഈ കുറഞ്ഞ സമയം കൊണ്ട് നടത്താൻ സാധ്യമാകുമെന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും മർമ്മപ്രധാനമായ ചില ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ഡാർക്ക് ഏജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിന് മുമ്പ് മക്കയിൽ ഉണ്ടായ ഒരു കാഴ്ചപ്പാടും ഒരു സംസ്കാരവും ചേർന്നതാണ് ജാഹിലിയ്യത്ത്. അതുകൊണ്ട് തന്നെ ജാഹിലിയ്യത്തിനെ കേവലം ഒരു കാലഘട്ടം എന്ന് പറഞ്ഞ് എഴുതിത്തള്ളാൻ പറ്റില്ല. ഒരു കാലഘട്ടമല്ല ജാഹിലിയ്യത്ത്. ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരമാണ്. ആ സംസ്കാരം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞ വാക്ക് എന്താണ് എന്നതിലേക്ക് നമുക്ക് എത്താൻ
ഏകദേശം AD 410 മുതൽ 500-600 കാലഘട്ടം വരെ, ആ കാലഘട്ടത്തിലായിരുന്നു ജാഹിലിയ്യ കാലഘട്ടം എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത്. ജാഹിലിയ്യത്തിന്റെ വിപരീത ദിശയിൽ നിൽക്കുന്നതാണ് ഇസ്ലാമിയം. അതുകൊണ്ട് തന്നെ ഇസ്ലാമിയത്തല്ലാത്ത മുഴുവൻ കൾച്ചറുകളും, എല്ലാ സംസ്കാരങ്ങളും, അതിനെയെല്ലാം ഉലമാക്കൾ ജാഹിലിയ്യത്തിന്റെ പട്ടികയിൽ തന്നെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പൊ പിന്നെ ജാഹിലിയ്യത്ത് എന്താണ് എന്ന് നാം കൃത്യമായി പഠിക്കൽ അനിവാര്യമായി. കാരണം ഇസ്ലാമിയത്തിന്റെ വിപരീത ദിശയിൽ ജാഹിലിയ്യത്ത് എന്ന് പറയുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്കുണ്ട്, ഇസ്ലാമിന്റെ ഓരോ ഇടങ്ങളും അഴിഞ്ഞുകൊണ്ടേയിരിക്കും. എപ്പോഴാണ്? ഇസ്ലാമിൽ ജാഹിലിയ്യത്തിനെ പറ്റി അറിയാത്ത ആളുകൾ ജീവിച്ചിരുന്നാൽ, ജാഹിലിയ്യത്തിനെ നമ്മൾ പഠിക്കൽ അനിവാര്യമാണ് എന്ന് പറയാനുള്ള കാരണമാണ്. ജാഹിലിയ്യത്തിനെ പറ്റി നമുക്ക് അറിയാതെ പോയത് കൊണ്ടാണ് ഇസ്ലാമിയത്തിന്റെ യഥാർത്ഥം, അതിന്റെ സത്യസന്ധത, അതിന്റെ ഉൾക്കാമ്പ് എന്താണ് എന്ന് നമ്മൾ പഠിക്കാൻ നമുക്ക് അറിയാൻ പറ്റാതെ പോയത്. അതുകൊണ്ട് ജാഹിലിയ്യത്തിനെ നാം വിലയിരുത്തുമ്പോൾ ആദ്യം അതിൽ വിശ്വാസത്തിലാണ് കടന്നു വന്നതെന്ന് മനസ്സിലാക്കണം. വിശ്വാസത്തിലൂടെയാണ് ജാഹിലിയ്യത്തിന്റെ വരവുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടം ആരംഭിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച സംഖ്യ ഏകദേശം AD 410 എന്നൊക്കെ പറയുന്നു. ആ കാലഘട്ടം ഹനീഫി മതത്തിന്റെ കാലഘട്ടമാണ്. ഹനീഫി മതം എന്ന് പറഞ്ഞാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയിരുന്ന മില്ലത്ത് ഇബ്രാഹിമിയ്യ, അതിനെ പിൽക്കാലഘട്ടത്തിൽ ആളുകൾ വിളിച്ചിരുന്ന പേരാണ് ഹനീഫിയ മതം, ദീനുൽ ഹനീഫിയ്യ. ഈ ഹനീഫി മതത്തിന്റെ ആളുകൾ ശക്തമായ തൗഹീദിൽ നിലകൊണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ശക്തമാകാതെ വരികയും തൗഹീദി പ്രബോധകന്മാർ കുറഞ്ഞു വരികയും ചെയ്ത ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് അംർ ഇബ്നു ലുഹൈ എന്ന ഒരു വ്യാപാരി, അയാൾ മക്കയിലെ പൗരപ്രമാണിയാണ്, അറിയപ്പെട്ട സമ്പന്നനാണ്, പ്രഭാഷകനാണ്, ലോകരാജ്യങ്ങൾ സഞ്ചരിച്ച് കൗതുകകരമായ കാര്യങ്ങൾ ശേഖരിക്കുകയും അത് വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്തിരുന്ന ഒരു വിദഗ്ധനായ വ്യാപാരി കൂടിയാണ്. അങ്ങനെയുള്ള അംർ ഇബ്നു ലുഹൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ലുഹൈനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, നാളെ നരകത്തിൽ അംർ ഇബ്നു ലുഹൈ അയാളുടെ വയറ് അല്ലെങ്കിൽ കുടൽ, ആമാശയം വലിച്ചുകൊണ്ട് വരുന്നതായി ഞാൻ കാണുന്നു എന്ന് പറയുന്നുണ്ട് അംർ ഇബ്നു ലുഹൈനെ സംബന്ധിച്ച്. ഈ അംർ ഇബ്നു ലുഹൈ ആ സമൂഹത്തിന്റെ ഇടയിൽ ഒരു വന്ന ഇട്ടുകൊടുക്കും. വന്ന എന്ന് പറഞ്ഞാൽ തെറ്റായ ധാരണ, ഒരു തെറ്റിദ്ധാരണ ആ സമൂഹത്തിന്റെ ഇടയിൽ ഇട്ടുകൊടുക്കും. സത്യത്തിൽ ജാഹിലിയ്യത്തിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഒന്നാമത് ആ വിഷയം പറയൽ അനിവാര്യമാണെന്നുള്ളത് വിശുദ്ധ ഖുർആൻ ആ ഭാഗത്തെ സംബന്ധിച്ച് പറയുകയും ചെയ്യുന്നുള്ളത് വന്നുൽ ജാഹിലിയ്യത്ത് എന്ന പേരിൽ പറയുന്നു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പ്രചരിച്ചിരുന്ന തെറ്റായ ധാരണകൾ. ഞാനത് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിലും ഈ വന്നുൽ ജാഹിലിയ്യത്തുണ്ട്. പരിശുദ്ധ ഖുർആനിൽ 4 ജാഹിലിയ്യത്തിനെ പറ്റി പറയുന്നുണ്ട്. പേരെടുത്ത് പറഞ്ഞ 4 ജാഹിലിയ്യത്ത്. ആ 4 ജാഹിലിയ്യത്തും ഇന്നും മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇവിടെ ദുഃഖകരമായ കാര്യം. എന്തായിരുന്നു ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ? ആദ്യമായി അംർ ഇബ്നു ലുഹൈ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണ ഉണ്ടാക്കി കൊടുത്തു. വിശുദ്ധ ഖുർആനിലെ വന്നുൽ ജാഹിലിയ്യത്തിലെ 3-ാം അധ്യായം 154-ാം വചനത്തിൽ പറയുന്നത് ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഉഹുദ് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നൊരു വിഷയമുണ്ടായി. അതായത് ഉഹുദ് യുദ്ധത്തിൽ അവർക്ക് രണ്ടാമത്തെ മുന്നേറ്റത്തിലുണ്ടായ പരാജയം. ആ പരാജയത്തെ മുന്നിൽ വെച്ചുകൊണ്ട്
ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞത് കേട്ടതുകൊണ്ടാണ്, വലിയ നൈപുണ്യമൊന്നുമില്ലാത്ത ഒരാളുടെ വാക്കിന്റെ പുറകെ നമ്മൾ പോയത് കൊണ്ടാണ് നമുക്ക് ഈ വിധി ഉണ്ടായത്. നമുക്ക് ഈ ഒരു അവസ്ഥയുടെ പ്രധാനമായ കാരണക്കാരൻ ചില വ്യക്തികളാണ്. നമുക്ക് വീട്ടിലിരുന്നെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് തുടങ്ങുന്ന ചില വാക്കുകൾ വന്നു അല്ലാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട്. അതിനെ പരാമർശിക്കുന്നിടത്താണ് പറയുന്നത് പിന്നീട് അവരുടെ ആ പ്രയാസങ്ങൾക്ക് ശേഷം അവർക്കൊരു നിർഭയത്വത്തിന്റെ ഒരു ഉറക്കം നാം കൊടുക്കും. അതൊരു വിഭാഗം ആളുകളെ ബാധിച്ചു. ചില ആളുകൾ അവർ അല്ലാഹുവിനെ സംബന്ധിച്ച് തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തി എന്ന് പറയുന്നത്. ആ തെറ്റായ ധാരണയുടെ ഒന്നാം ഭാഗമാണ്, അല്ലെങ്കിൽ അതിന്റെ തുടക്കമാണ് അബൂൽ ലഹബ് തുടങ്ങി വെച്ചത്. അതെന്തായിരുന്നു? അള്ളാഹുവിനെ സംബന്ധിച്ച് ആ സമൂഹത്തിന്റെ ഇടയിൽ ആദ്യമായി പറഞ്ഞത്, നമ്മൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു, അള്ളാഹുവിന്റെ ശ്രേഷ്ഠമായ സിഫത്തുകൾ വിശേഷണങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കേണ്ടാത്ത ചില കാര്യങ്ങൾ കൂടി നമ്മൾ വിശ്വസിച്ചിരിക്കുകയാണ്. അതാണ് അയാൾ പറഞ്ഞത്. എന്താ അള്ളാഹുവിനെ പറ്റി വിശ്വസിക്കേണ്ടാത്ത കാര്യങ്ങൾ? ഒന്ന്, അള്ളാഹു റഹ്മാനാണ് എന്ന വിശേഷണം അള്ളാഹുവിനെ ചേർന്നതല്ല. റഹ്മാൻ എന്ന വിശേഷണം അള്ളാഹുവിനെ ചേർന്നതല്ല. അതാ പറഞ്ഞത്. എന്റെ കാരണം എന്താ പറഞ്ഞത്? സത്യത്തിൽ ആ കാരണം ഇന്നും നമ്മുടെ സമുദായത്തിലെ പല ആളുകളെയും വേട്ടയാടുന്നുണ്ട്. അള്ളാഹുവിനെ പറ്റിയുള്ള തെറ്റായതാണ്. എന്താ കാരണം? നമ്മൾക്ക് രോഗമുണ്ടാകുന്നു, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ അകാല മരണം പ്രാപിക്കുന്നു, കച്ചവടത്തിൽ കഷ്ടനഷ്ടങ്ങൾ വരുന്നു, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് തരുന്നത് നന്മയും തിന്മയും തരുന്നത് അള്ളാഹുവാണെന്നല്ലേ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ തിന്മകളെല്ലാം തരുന്ന അള്ളാഹു എങ്ങനെ റഹ്മാനാകും? റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരമദയാലു എന്നല്ലേ? പരമദയാലു, ഒരാൾക്കും ഒരു കഷ്ടവും നഷ്ടവും കൊടുക്കാൻ പാടില്ലാത്തവൻ എന്നല്ലേ അതിനർത്ഥം. അങ്ങനെ വരുമ്പോൾ റഹ്മാൻ എന്ന വിശേഷണം അള്ളാഹുവിന് ചേർന്നതല്ല. അതാണ് ജാഹിലിയ്യത്തിന്റെ ഒന്നാം കാലഘട്ടം. അന്ന് വരെ അള്ളാഹുവിനെ പറ്റി ഒരു തെറ്റിദ്ധാരണയില്ലാത്ത ആളുകൾ, ബിംബാരാധനയോ ഖബറാരാധനയോ ഇല്ലാത്ത ആളുകൾ, കുറഞ്ഞ ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും അഖീദയെ ബാധിക്കാൻ ഉള്ളതായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ ഈ അപകടകരമായ വാദം ഉന്നയിക്കുന്നത്. ആ ഒരു വാദം ഉന്നയിച്ചപ്പോ ആ വാദത്തെ എതിർക്കാനോ ഖണ്ഡിക്കാനോ അന്ന് ആരും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇയാളുടെ ഈ വാദത്തിന് വേരോട്ടം ഉണ്ടാകാനുള്ള കാരണം. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം ഇതാണ്. നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം അതിനിസ്സാരമായ കാര്യമല്ലേ അവർ വാദിച്ചത്, ചെറിയൊരു വിഷയമല്ലേ അവർ വാദിച്ചത്, അതിനെതിരെ നമ്മൾ എന്തിനാണ് ഇത്രമാത്രം പടയും കോപ്പും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ഈ പടപ്പുറപ്പാടിന്റെ ആവശ്യമില്ലല്ലോ. ചെറിയൊരു വിഷയമല്ലേ അവർ പറഞ്ഞത്, അതവിടെ പറഞ്ഞു ഒതുക്കാമായിരുന്നല്ലോ, അവിടെ ചർച്ച ചെയ്താൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടല്ല. ചെറിയ വിഷയമായിരിക്കും ഒരു പക്ഷെ പുറത്തിടുക. അതിനെ തുടക്കത്തിൽ തന്നെ ഗണ്ണിക്കുകയും അതിനെ ഇരുത്തുകയും ചെയ്തില്ല എങ്കിൽ അതിന്റെ പിന്നിലുണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് അംറുൽ റഹീമിന്റെ വാക്ക്. അംറുൽ റഹീം പറഞ്ഞു, അള്ളാഹു റഹ്മാനല്ല, അള്ളാഹു എങ്ങാനും റഹ്മാനായിരുന്നുവെങ്കിൽ നമുക്ക് ഈ പ്രയാസങ്ങൾ ഉണ്ടാകില്ല. ആളുകൾ വിശ്വസിച്ചു, ശരിയല്ലേ? നമ്മുടെ ഈ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഇതൊക്കെ ഉണ്ടാകാൻ കാരണക്കാരൻ അള്ളാഹുവാണല്ലോ. ഇന്നും നമ്മുടെ ആളുകൾ അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്? എനിക്ക് ഈ ബുദ്ധിമുട്ട് എന്തിനാണ് അള്ളാഹുവേ തന്നത്? നീയല്ലേ തന്നത് എനിക്ക്? നീ തന്ന രോഗമല്ലേ? നീ തന്ന കഷ്ടപ്പാടല്ലേ? ചില ആളുകളൊക്കെ ചില കഠിനമായ പ്രയാസങ്ങളുടെ മുമ്പിൽ പറയുന്ന വർത്താനുണ്ട്. എന്താണെന്നറിയാമോ? അവൻ തന്നു, ഞാൻ സ്വീകരിച്ചു. അവൻ തന്നു, ഞാൻ സ്വീകരിച്ചു. അള്ളാഹു നമുക്ക് കഷ്ടങ്ങൾ തരുന്നവരാണ് എന്ന ഒരു കാഴ്ചപ്പാട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ ഇപ്പോഴും ശക്തമാണ്.
സത്യത്തിൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അഖീദയിൽ നാം മനസ്സിലാക്കിയ ചില ഭാഗങ്ങളുടെ പിഴവുകളാണത്. അല്ലാഹു ഒരിക്കലും നമുക്ക് കഷ്ടങ്ങളെയല്ല തരുന്നത്, കഷ്ടങ്ങളെന്ന് നാം പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. അല്ലാഹു നമുക്ക് തരുന്നത് അല്ലാഹുവിന്റെ അതല്ലെങ്കിൽ ആ കഴിവിലൂടെ നോക്കുമ്പോൾ അത് നമുക്ക് നന്മകൾ തന്നെയാണ്. ഏത് കാര്യമാണെങ്കിലും നമുക്ക് നന്മകൾ തന്നെയാണ്. തിന്മകൾ എന്ന് നമ്മൾ അതിനെ പേരിട്ട് വിളിക്കുന്നു എന്ന് മാത്രം. നമുക്ക് പരിചയപ്പെടാൻ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രയാസങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ ഏതൊരു പ്രയാസങ്ങളെയും നാം പ്രയാസമായി കാണുന്ന കാര്യങ്ങളെയും അല്ലാഹു നമുക്ക് തരുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ് എന്ന തിരിച്ചറിവിൽ നിന്നായിരിക്കണം നമ്മുടെ വിശ്വാസത്തെ കെട്ടിപ്പടുക്കേണ്ടത്. അവിടെയാണ് അമറുൽ വിജയിച്ചത്. ആളുകൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, ശരിയല്ലേ അമറുൽ പറഞ്ഞത്? അല്ലാഹു റഹ്മാനായിരുന്നെങ്കിൽ ഈ പ്രയാസം ഉണ്ടാകുമായിരുന്നല്ലോ. വിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തെ രണ്ടിടങ്ങളിൽ പറയുന്നുണ്ട്. അവർ റഹ്മാനെ നിഷേധിച്ച ആളുകളാണ്. റഹ്മാനെ നിഷേധിച്ച ആളുകൾ. മറ്റൊരിടത്ത് പറയുന്നത് റഹ്മാനെ സുജൂദ് ചെയ്യാൻ അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, നീ പറയുന്ന എല്ലാ ആളുകൾക്കും ഞങ്ങൾ സുജൂദ് ചെയ്യണം. അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ റഹ്മാൻ എന്നുള്ളത് വേറൊരാളാണ്, അതല്ല. ആരായിരുന്നു അവർ? റഹ്മാൻ. മക്കയിലെ മുസ്ലിംകളുടെ റഹ്മാൻ ആരായിരുന്നു? മക്കയിൽ എല്ലാ കൊല്ലവും ക്ഷാമമുണ്ടാകും. ക്ഷാമമുണ്ടാകുമ്പോൾ ക്ഷാമ കാലഘട്ടത്തിൽ അവരെ സഹായിച്ചിരുന്ന ഒരു വ്യക്തിയാണ് യമാമ. യമാമയുടെ ഭരണാധികാരിയായ ഹുമാമത്തുബ്നു ഉസാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ വ്യക്തി ക്ഷാമകാലഘട്ടത്തിൽ ഇവർക്ക് ധാരാളം ധാന്യങ്ങൾ എത്തിച്ചു കൊടുക്കുമായിരുന്നു. വർഷങ്ങളായിട്ടുള്ളതാണ് യമാമയുടെ സഹായം വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മക്കക്കാര് റഹ്മാൻ എന്ന് വിളിച്ചിരുന്നത് ആരെയാണ്? യമാമയുടെ ഭരണാധികാരിയാണ്. റഹ്മാൻ യമാമ എന്നാണ് ഹുമാമയെ വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഹുദൈബിയ കരാറിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കില്ല. ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിയാൽ ഞങ്ങൾ അംഗീകരിക്കും. അർ-റഹ്മാൻ റഹീം ലാ നഅരിഫു ഇല്ലാ റഹ്മാന യമാമ, ഞങ്ങൾക്ക് യമാമയുടെ റഹ്മാൻ അല്ലാതെ മറ്റൊരു റഹ്മാൻ ഞങ്ങൾക്ക് അറിയില്ല. കണ്ടില്ലേ? അപ്പൊ ഒരു വിശേഷണത്തെ നിഷേധിച്ചു. അത് ആ ഒരു വിശേഷണത്തെ നിഷേധിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു സംസ്കാരം മാറിയിരുന്നത്? അതാണ് ആ സംസ്കാരം മാറുന്ന രീതിയാണ് പറഞ്ഞു തരുന്നത്. റസൂലുള്ളാഹി പ്രവാചകന്റെ പ്രബോധന കാലഘട്ടത്തിന് മുമ്പ് മക്കയിൽ ബിംബാരാധനകൾ ശക്തിപ്പെടുന്നത് ഈ ഒരു വാദത്തിൽ നിന്നാണ്. അവര് അമ്രുൽ ചോദിച്ചു, കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ ഓരോ സ്റ്റെപ്പുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അമ്രുൽ ചോദിച്ചു, നമ്മള് അല്ലാഹുവിനെ റഹ്മാനായിട്ട് അംഗീകരിക്കുന്നില്ല എങ്കിൽ അപ്പോ നമ്മളുടെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം നാം ആരോടാണ് പറയുന്നത്? നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം ആരോടാണ് പറയുന്നത്? അപ്പോഴാണ് അമ്രുൽ തന്റെ തന്ത്രം പുറത്തെടുക്കുന്നത്. അമ്രുൽ പറഞ്ഞു, നിങ്ങൾ എന്റെ ഗോഡൌണിലേക്ക് വരണം, അല്ലെങ്കിൽ അയാളുടെ കച്ചവട സ്ഥാപനം ഉണ്ടോ, എന്റെ ഗോഡൌണിലേക്ക് വരിക, ഞാൻ കാണിച്ചു തരാം. നമ്മളല്ലാത്ത മറ്റുള്ള ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ, അവതരിപ്പിക്കാൻ ഏത് മാർഗമാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഗോഡൌണിലേക്ക് കൊണ്ടുപോയപ്പോ ഒരുപാട് പ്രതിമകൾ അവിടെ ഉണ്ട്. ഷാമിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്, ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്. ഓരോ പ്രദേശങ്ങളിൽ നിന്നും കൊണ്ടുവന്ന പ്രതിമകളെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അമ്രുൽ പറഞ്ഞു, നമ്മൾ ഈ മക്ക ഇട്ടാട്ടത്ത് ജീവിക്കുന്ന ആളുകൾ, നമുക്കറിയാത്ത പല കാര്യങ്ങളുണ്ട്. വലിയ വലിയ രാജ്യങ്ങളിലുള്ള ആളുകൾ അവരുടെ രാജ്യത്ത് ഇതേപോലെ ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കാൻ അവരവലംബിച്ചിരുന്നത് ഇത്തരം പ്രതിമകളെയാണ്. ഇതൊക്കെ അന്ന് അവിടെ ജീവിച്ചിരുന്ന മഹാത്മാക്കളാണ്, അന്നത്തെ മഹാത്മാക്കളായ ആളുകളാണ്. അവരുടെ നാട്ടിലെ വലിയ വലിയ ആളുകളുടെ രൂപം ഉണ്ടാക്കി വെച്ച് അവർ മുഖേന അല്ലാഹുവിനോട് ചോദിച്ചിരുന്നു. അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അത് നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഇവരെല്ലാം ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അവർ കാര്യം മനസ്സിലായി.
ശരിയാണ് നമ്മളിവിടെ വഴി പറയുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് അതൊക്കെ അംഗീകരിക്കാൻ പ്രയാസമായിരിക്കും. കാരണം എന്തൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ ഏതൊരു വിഷയം ഉണ്ടെങ്കിലും അപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കും അല്ലെ, അല്ലെങ്കിൽ ജമീനിനോട് ചോദിച്ചു നോക്കും, അല്ലെങ്കിൽ ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ നിജസ്ഥിതിയെ പറ്റി നമ്മൾ അന്വേഷിക്കും. പക്ഷേ അങ്ങനെയുള്ള സൗകര്യങ്ങളില്ലല്ലോ. മക്ക എന്ന ആ പ്രദേശത്ത് നിന്ന് പുറത്തു പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അമ്രുൽ ലുഹൈ അവിടുത്തെ വലിയ പണ്ഡിതൻ തന്നെയാണ്. അയാൾക്ക് ലോക വിവരമുള്ള ആളാണ്. അയാൾ പറഞ്ഞത് അംഗീകരിച്ചേ പറ്റൂ. അവർ അംഗീകരിച്ചു. അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് വിശുദ്ധ കഅബയിലേക്ക് പ്രതിമകൾ വരാൻ തുടങ്ങിയത്, ബിംബങ്ങൾ വരാൻ തുടങ്ങിയത്. ആ ഇടയിലാണ് ത്വാഇഫിലെ സഖീഫ് ഗോത്രക്കാർക്കിടയിൽ ജീവിച്ചിരുന്ന ലാത്ത മരിക്കുന്നത്. ലാത്തയെ പറ്റി ഇബ്നു ഹജർ അസ്കലാനി പറയുന്നുണ്ട്, കാനല്ലാഹു റജുലൻ സ്വാലിഹൻ ബിൽ സദീഖൽ ഹാജ്. ലാത്ത ഹാജിമാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിരുന്ന, പായസം ഉണ്ടാക്കി കൊടുത്തിരുന്ന സ്വാലിഹായ മനുഷ്യനാണ്. ലാത്ത മരിച്ചപ്പോഴോ അമ്രുൽ ലുഹൈ അവിടെ പോയി. അവരോട് ചോദിച്ചു, അതിനല്ലാത്ത ലാത്ത എവിടെ? അവര് പറഞ്ഞു, ഇന്നഹു മാത്, ലാത്ത മരിച്ചുപോയി. ഉടനെ അമ്രുൽ ലുഹൈ പറഞ്ഞു, ഇന്നഹു ലം യമut, ലാത്ത മരിച്ചിട്ടില്ല. ഇന്നഹു ഫി സഖ്റ, ലാത്ത പാറയുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ലാത്ത ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്തെല്ലാം ലാത്തയോട് പറഞ്ഞിരുന്നുവോ അതെല്ലാം നിങ്ങൾ ആ പാറയോട് പറഞ്ഞാൽ ലാത്ത കേൾക്കും. അവരനുസരിച്ച് പറയാൻ തുടങ്ങി. പിന്നീട് ലാത്തയുടെ പ്രതീകാത്മകമായ ഒരു കല്ലെടുത്തു വെച്ചു. അത് ലാത്തയുടെ രൂപമാണ്, അല്ലെങ്കിൽ ലാത്തയ്ക്ക് പകരമാണ് എന്നവർ വിശ്വസിച്ചു. പിന്നീട് അത് കഅബയിലേക്ക്. ഈ ഒരു വിശ്വാസ വൈകല്യം അവരിലേക്ക് ആദ്യമേ ഇട്ടുകൊടുത്തപ്പോൾ, തൗഹീദിൽ നിന്നും ആ സമൂഹം വ്യതിചലിച്ചപ്പോൾ, പിന്നീട് അവരിൽ എല്ലാത്തര ദുശ്ചിന്താഗതികളും വൃത്തികെട്ട ആശയങ്ങളും കടന്നുവരാൻ തുടങ്ങി. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക് എടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് എന്താണ്? ലാ തഖൂമു സ്സാഅതു ഹത്താ തുഅബദു ലാത്ത വൽ ഉസ്സ. ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യത്ത് തുടങ്ങാൻ എന്താണോ ഇവിടെ കാരണമുണ്ടായത് ആ കാരണം ഉണ്ടാകും, തിരിച്ചു വരും. ജാഹിലിയ്യത്ത് മുഴുവനായും ഈ സമൂഹത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ജാഹിലിയ്യത്തിന്റെ ഒന്നാമത്തെ അടയാളം മനസ്സിലാക്കിയില്ലേ? 170-ലധികം അടയാളങ്ങൾ ശൈഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ മസാഹിലുൽ ജാഹിലിയ്യ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 170-180-ലധികം ജാഹിലിയ്യ മസലകൾ. അതിന്റെ ഒന്നാമത്തെ മസല എന്താ പറഞ്ഞത്? ഈ പറഞ്ഞ ശിർക്ക് ചെയ്യുക, അള്ളാഹുവിലേക്ക് തേടേണ്ട കാര്യങ്ങൾ, അള്ളാഹുവിലേക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക, അള്ളാഹുവിനെ പറ്റിയുള്ള വെച്ച് പുലർത്തുക, തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുക എന്നതാണ് ഒന്നാമത്തെ അടയാളമായിട്ട് പറഞ്ഞത്. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ശരിക്കും അള്ളാഹുവിനെ പറ്റി നമ്മുടെ അതിന്റെ ഒരു ഡീപ്പായ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. കാരണം 3 കാര്യങ്ങൾ കൂടെ അവിടെ പറയാനുണ്ട്. ശരിക്കും അള്ളാഹുവിനെ പറ്റി നമ്മുടെ ആളുകളുടെ ഇടയിൽ കൃത്യമായി എത്ര ആളുകൾക്ക് അവബോധമുണ്ട്? അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അതിന്റെ ആശയം ഉൾപ്പെടെ അറിയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? എത്ര പേരുണ്ടാവും? ജാഹിലിയ്യത്ത് എന്ന ആ കറയെ അറേബ്യൻ ഉപദ്വീപിൽ നിന്നും തുടച്ചു മാറ്റിയ വിശുദ്ധ ഖുർആനാണ്. വിശുദ്ധ ഖുർആനിലൂടെയാണ് ജാഹിലിയ്യത്ത് നീങ്ങി പോകുന്നത്. എവിടെ ജാഹിലിയ്യത്തുണ്ടോ അവിടെ ഖുർആൻ വന്നാൽ ആ ജാഹിലിയ്യത്ത് പോകും. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് വിശുദ്ധ ഖുർആൻ ആശയസഹിതം പാരായണം ചെയ്യുന്നു? എത്ര പേരുണ്ട്? നമ്മളെല്ലാ ദിവസവും ഒന്നാണ് പാരായണം ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ അറിയണം, ഒരു ഗൂഢതന്ത്രം മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ നടന്നു. ഗൂഢമായ ഒരു തന്ത്രം. ആ ഗൂഢ
ചെയ്യിപ്പിക്കുക എന്നത് അതിവിടെ നടന്നു. ആ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് മുസ്ലിം സമുദായത്തെ കൊണ്ട് ബിദ്അത്ത് ചെയ്യിക്കുക എന്നത് അതിവിടെ നടപ്പിലാക്കി. ആ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് മുസ്ലിം സമുദായത്തെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നത്. അതെങ്ങനെയാ സാമ്പത്തികമായി ശാക്തീകരിച്ചത്? സാമ്പത്തികമായി ഏറ്റവും ഉന്നത നിലവാരത്തിലെത്തേണ്ട ആളുകളാണ് നമ്മൾ. നമ്മളൊക്കെ സാമ്പത്തികമായി വളരാതിരിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ ചെറുപ്പം മുതലേ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടുതരുന്ന ചില അറിവുകൾ ഈ സമൂഹത്തിലുണ്ടായി. നമ്മളോടൊക്കെ പറഞ്ഞ എന്താണ്? ദുനിയാവിന്റെ പുറകെ വല്ലാതെ പോകരുത്, ദുനിയാവ് തേടിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പണക്കാരാകാൻ പാടില്ല, മുതലാളിമാരൊക്കെ സ്വർഗത്തിലേക്ക് അവസാനം കയറുള്ളൂ, മുതലാളിമാരൊക്കെ നരകത്തിലാണ് എന്ന് തുടങ്ങുന്ന കുറെ കാര്യങ്ങൾ. റിയാദുസ് സാലിഹീൻ എന്ന് പറഞ്ഞൊരു കിതാബില്ലേ, റിയാദുസ് സാലിഹീൻ ഇമാം നവവി ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ രചിച്ച ക്രോഡീകരിച്ച കിതാബാണ്, ഹദീസുകൾ ക്രോഡീകരിച്ച കിതാബാണ് റിയാദുസ് സാലിഹീൻ. നമ്മുടെ പള്ളി ദർസിലൊക്കെ പഠിപ്പിക്കുന്നതാണ്. ഹദീസ് കിതാബുകൾ ഓതാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ ആദ്യമായിട്ട് ഓടുന്നത് റിയാദുസ് സാലിഹീനാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മിഷ്കാത്തൊക്കെ ഓടുന്നത്. ഈ റിയാദുസ് സാലിഹീൻ എന്ന കിതാബിന്റെ ആമുഖത്തിനൊരു കവിതയുണ്ട്. അത് ഇമാം നവവി എഴുതിയതൊന്നുമല്ല, ആ കവിത വേറെ ആരെഴുതി ചേർത്താണ്. ആ കവിതയുടെ വരികൾ എന്നറിയാമോ? ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതന തല്ലഖത് ദുനിയ വഖാഫുൽ ഫിതന. എന്നതിനർത്ഥം അല്ലാഹുവിന് ചില ബുദ്ധിമാന്മാരായ അടിമകളുണ്ട്, അവർ ദുനിയാവിനെ തലാഖ് ചെയ്ത ആളുകളാണ്. വഖാഫുൽ ഫിതന, ഫിത്ന ഭയപ്പെടുകയും ചെയ്ത ആളുകളാണ്. ദുനിയാവിനെ ഒഴിവാക്കുക. നിർമ്മിതമായ ഹദീസുകളുണ്ട് സാമ്പത്തിക വിഷയത്തെ സാമ്പത്തികമായി നമ്മളെ ശക്തീകരിക്കാൻ വേണ്ടി. എന്താ നിർമ്മിതമായ ഹദീസുകൾ? ഒന്ന് ദുനിയാവ് ശവമാണ്, അത് തേടുന്നവൻ നായയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായി കൊടുത്തിരിക്കുന്നു, അല്ലാഹുമ്മ അഹ്യിനി മിസ്കിന വഅമിത്നി മിസ്കിന വഹ്ശുർനി ഫീ സുബ്റത്തിൽ മസാകിൻ. എന്നെ മിസ്കിനായി ജീവിപ്പിക്കണേ, മിസ്കിനാക്കി മരിപ്പിക്കണേ, മിസ്കിന്മാരുടെ കൂട്ടത്തിൽ എന്നെ നടത്തണേ എന്ന് പറഞ്ഞ് പാവപ്പെട്ട ആളാവുക, സാമ്പത്തികമായി ഉയരാതിരിക്കുക എന്നൊരു കാഴ്ചപ്പാട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ വളരെ കാലങ്ങളായി കൊടുത്തുകൊണ്ടിരുന്നു. സാമ്പത്തികമായിട്ട് പുരോഗതി പ്രാപിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ABCD തസ്തികയിലാണ് ഗൾഫിലുള്ള മുസ്ലിങ്ങൾ. ഇപ്പൊ മണ്ണാർക്കാട് പ്രദേശത്തുള്ള ഗൾഫിലുള്ള മുസ്ലിങ്ങളെ പോയി പരിശോധിച്ചു നോക്കും. ഏതെങ്കിലും ഉന്നത തസ്തികയിലായ ആൾക്കാർ എത്ര പേരുണ്ടാവും? വളരെ കുറഞ്ഞ ആൾക്കാരുണ്ടാവുള്ളൂ. ആയയോ ബോയോ ക്ലീനിങ്ങോ അതല്ലെങ്കിൽ ഡ്രൈവിങ്ങോ, ഈ 4 തസ്തികയിലാണ് ജോലി ചെയ്യുന്നത്. കളിയാക്കി പറയുന്നതാണ് ABCD തസ്തിക. സാമ്പത്തികമായി ഉന്നമനത്തിലെത്താൻ നമുക്ക് കഴിയാതെ പോയതിന്റെ പ്രധാനമായ ഒരു ഹേതു ഈ വിഷയമാണ്. അതാണ് വളരെ ആസൂത്രിതമായ നീക്കം മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിൽ നടത്തിയിട്ടുണ്ട്. അതാണ് മൂന്നാമത്തേത്. നാലാമത്തേതാണ് മുസ്ലിം സമൂഹത്തെ പരിശുദ്ധ ഖുർആൻ കേവലം പാരായണത്തിന് വേണ്ടി മാത്രം ഒതുക്കി ആശയത്തിലേക്ക് നമ്മുടെ മെയിൻ കൊണ്ടുപോയില്ല എന്നുള്ളത് ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, എത്ര പേർക്ക് അറിയാം ഖുർആൻ ആശയ സഹിതം പാരായണം ചെയ്യാൻ? ഇല്ല, അറിയില്ല. നമ്മുടെ ഭൂരിപക്ഷം ആളുകൾക്ക് അറിയില്ല. 120 പരം കുട്ടികൾ പഠിക്കുന്ന +1+2 കുട്ടികൾ, +1+2 ആണ് കുട്ടികൾ പഠിക്കുന്ന ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൽ ആ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ കുട്ടികൾ മുഴുവനും 5 നേരം നിസ്കരിക്കുന്ന ജമാഅത്തുകൾ പങ്കെടുക്കുന്ന കുട്ടികളാണ്. ഇസ്ലാമിക അന്തരീക്ഷമുള്ള കുടുംബത്തിൽ നിന്ന് വന്ന കുട്ടികളാണ്. 4ഓളം കുട്ടികൾ ഹാഫിളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു സദസ്സിൽ ഞാൻ ചോദിച്ചു, ഒരു ദിവസം നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യുന്ന 17 പ്രാവശ്യം പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ പ്രാരംഭ പ്രാർത്ഥന എന്ന നിലയിൽ നമ്മൾ നടത്തുന്ന ഫാത്തിഹ, ഫാത്തിഹ, ആ ഫാത്തിഹ സൂറത്തിന്റെ ആശയം അറിയുന്ന എത്ര പേര് നിങ്ങളുടെ കുടുംബത്തിലുണ്ടെന്ന് ചോദിച്ചു. എത്ര പേരുണ്ടെന്ന് ചോദിച്ചു. 2 കുട്ടികളാണ് കൈവന്നത്. 2 ഹാഫിളുകൾ അവർ കൈവന്നിട്ടില്ല. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, അന്ന് ഓതാമോ, ഓതിക്കുന്ന ആശയം പറഞ്ഞ അവരൊക്കെ കേൾക്കട്ടെ എന്ന് പറഞ്ഞ കുട്ടികൾ ഇതുപോലെ വന്ന് മൈക്കെടുത്തിട്ട് ഫാത്തിഹ ഓതിയിട്ട് ആശയം പറഞ്ഞു. ആ പറഞ്ഞ ആശയം ആ കുട്ടിക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, ആ ഇരുന്ന ഒറ്റ കുട്ടിക്ക് മനസ്സിലായില്ല. എന്തോ ആ കുട്ടികൾ അങ്ങനെ പഠിച്ചു പറയുന്നു എന്നല്ലാതെ എന്താണ് പറഞ്ഞതെന്ന് ആർക്കും മനസ്സിലായി. ദയനീയ അവസ്ഥയാണ് നമ്മുടെ. നമ്മൾ
ജാഹിലിയ്യത്തിലേക്ക് പൂർണ്ണമായി മാറിപ്പോയി എന്നതിന്റെ പ്രധാനമായ കാരണം പരിശുദ്ധ ഖുർആന്റെ ആശയത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോയില്ല എന്നുള്ളതാണ്. ഞാൻ ലാസ്റ്റ് അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ ഖുർആൻ പറഞ്ഞ ഒന്നാമത്തെ ജാഹിലിയ്യത്ത് ഗൽബുൽ ജാഹിലിയ്യത്ത് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. ഇപ്പൊ ഇതുവരെ ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആകെ പറയാനുണ്ടായിരുന്ന മറുപടി വാറുമായി കുമണായിരുന്നു, അല്ലേ? യുദ്ധം, മദ്യപ്പെണ്ണ്, ഇതായിരുന്നു നമുക്ക് പറയാനുണ്ടായിരുന്നത്. സത്യത്തിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്തു? അവിടെയും നമ്മളെ ആ അറിവിനെ ചുരുക്കിക്കളഞ്ഞു. ജാഹിലിയ്യ കാലഘട്ടം എന്താണെന്ന് ഗൂഗിളിനോട് ചോദിച്ചു നോക്കിയേ. ഗൂഗിൾ പറയും വാറുമായി മൂന്നാണ്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക തുറന്നു നോക്ക്. ജാഹിലിയ്യ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക പറയും വാറുമായി മൂന്നാണ്. പള്ളിയിൽ ആയതുകൊണ്ട് ഉസ്താദ് എന്ന് ചോദിച്ചേക്ക് ജാഹിലിയ്യ കാലഘട്ടം ഏതാണെന്ന് വെച്ചിട്ട് ഉസ്താദ് പറഞ്ഞെടുക്കും മദ്യത്തിനും പെണ്ണിനും യുദ്ധത്തിനും വേണ്ടി ജീവിച്ച ആൾക്കാരെന്ന് പറയും. അപ്പൊ ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒതുങ്ങി നടത്താം അല്ല. ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ 180-ലധികം ജാഹിലിയ്യത്തുണ്ട് ഇവിടെ. അതിന്റെ തുടക്കമാണ് ജാഹിലിയ്യത്ത്, തെറ്റായ ധാരണ, അല്ലാഹുവിനെ പറ്റിയുള്ള മോശം ധാരണ വെച്ച് പുലർത്തുക. രണ്ടാമത്തേത് ഹമീയത്തുൽ ജാഹിലിയ്യത്ത്. വിശുദ്ധ ഖുർആനിലെ 48-ാം അധ്യായത്തിൽ 26-ാം വചനത്തിൽ പറയുന്നത് ഇത് ജഅലല്ലദീന കഫറൂ ഫീ ഖുലൂബിഹിമുൽ ഹമിയ്യത്തുൽ ജാഹിലിയ്യ. ആ സമൂഹത്തിന്റെ ഹൃദയങ്ങളിൽ, സത്യനിഷേധികൾ അവരുടെ ഹൃദയങ്ങളിൽ ജാഹിലിയ്യത്തിന്റെ ദുരഭിമാനം വെച്ച് പുലർത്തിയത്. ഹമിയ്യത്ത് എന്ന് പറഞ്ഞാൽ ദുരഭിമാനം. എന്താ ജാഹിലിയ്യത്തിന്റെ ദുരഭിമാനം എന്ന് പറഞ്ഞാൽ? ഒരുപാട് വിശദീകരിക്കേണ്ട പോയിന്റാണ്. ദുരഭിമാനം എന്ന അവർ നമ്മളെ പറ്റി എന്ത് കരുതും? അങ്ങനെ പല കാര്യങ്ങളും പല ആളുകളും വെച്ച് പുലർത്തുന്നുണ്ട്. ആ വെച്ച് പുലർത്തിയതിന്റെ ഫലമായിക്കൊണ്ട് ഒരുപാട് പുണ്യപ്രവർത്തനങ്ങൾ ഇല്ലാതെയായി പോകുന്നുണ്ട്. ജാഹിലിയ്യത്തിൽ സംഭവിച്ച ഈ ഹമിയ്യത്ത്, ദുരഭിമാനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പെൺകുഞ്ഞുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉണ്ടായത്. പെൺകുഞ്ഞുമായി ബന്ധപ്പെട്ട് പെൺകുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ കുഴിച്ചു മൂടുക എന്ന ആ കൾച്ചർ അവർക്കുണ്ടായതുകൊണ്ട് മറ്റുള്ളവരെ നമ്മളെ പറ്റി എന്ത് കരുതും? എന്റെ വീട്ടിലെ പെൺകുട്ടി ഉണ്ടായാൽ അവരെന്നെ പറ്റി എന്ത് കരുതാൻ? കുട്ടിനോടുള്ള ഉറപ്പുകൊണ്ടല്ല, അത് അന്ധവിശ്വാസം എന്റെ വീട്ടിൽ പ്രചരിപ്പിച്ചിരുന്നു. 12 മക്കളെ കുഴിച്ചു മൂടിയ പിതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, കുറച്ച് നേരത്തെ വന്നുകൂടായിരുന്നോ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്ത് പറ്റി? ആ സ്വഹാബി പറഞ്ഞു, നബിയെ 12ഓളം മക്കളെ ഞാൻ കുഴിച്ചു മൂടിയതാണ്. മക്കളെ, ഞാനൊരു യാത്ര പോകുന്ന സമയത്ത് എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. യാത്ര കുറെ നീണ്ട യാത്രയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം യാത്ര കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലൊരു പെൺകുഞ്ഞ്, നല്ല ഭംഗിയുള്ള കുഞ്ഞ്. ആ കുഞ്ഞിനെ കണ്ടപ്പോ ആ കുട്ടിയെ എനിക്ക് കുഴിച്ചുകൂടാൻ തോന്നിയില്ല. നല്ല ഭംഗിയുള്ള കുട്ടിയല്ലേ, വളർന്നോട്ടെ എന്ന് കരുതി. ആ കുട്ടി വളർന്നൊരൽപ്പം വലുതായപ്പോൾ എന്നെ ഹമിയ്യ ബാധിച്ചു. ഹമിയ്യത്തുൽ ജാഹിലിയ്യ, ജാഹിലിയ്യത്തിന്റെ ദുരഭിമാനം. എന്റെ വീട്ടിലൊരു പെൺകുഞ്ഞോ അയ്യേ, എന്റെ വീട്ടിലൊരു പെൺകുഞ്ഞോ അയ്യേ, അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ആ ചിന്തയുടെ ഫലമായി ആ കുഞ്ഞിനെ ഞാൻ വിളിച്ചുകൊണ്ടുപോയി മണലാരണ്യത്തിൽ കൊണ്ടുപോയി ഒരു കുഴിയെടുത്ത് ആ കുഞ്ഞിനെ ഞാൻ കുഴിച്ചു മൂടിനെ. കുഴിച്ചു മൂടുമ്പോ ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കി കരയുന്നുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ട് കണ്ടില്ല എന്ന് വെച്ചു പോകുന്നു. കാരണം അത്രമാത്രം ദുരഭിമാനം എന്നെ ബാധിച്ചു പോയി. അത് ജാഹിലിയ്യത്തിന്റെ ദുരഭിമാനം. അത് തന്നെയാണ് അവർ ഇന്നാലിന്റെ ആൾക്കാരെ ഇന്നാലിന്റെ കാര്യങ്ങൾക്ക് പറ്റുകയുള്ളൂ. ജാഹിലിയ്യത്തിന്റെ ദുരഭിമാനത്തിൽപ്പെട്ടാണ് ഇന്നാലിന്റെ ആൾക്കാരെ ഇന്നാലിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ഒരു പള്ളിയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആകാൻ ഇന്ന ആളാകെ പറ്റുള്ളൂ. സംഘടനയുടെ പ്രസിഡന്റ് ആകാൻ ഇന്ന ആൾ, ഇന്ന തസ്തികയിലാകും. അങ്ങനെയൊക്കെ ഇന്ന പദവിയിലുള്ള ഇന്ന കുടുംബത്തിൽപ്പെട്ട ആൾ അയാൾ ആകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാട്. ഇപ്പോ നമ്മുടെ തന്നെ നാട്ടിലെ ചില രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് ആരുണ്ടാകണം? ആ വ്യക്തി ഉണ്ടാകണം, ആ കുടുംബത്തിൽപ്പെട്ട ആളുണ്ടാകണം. ഈ ഒരു കാഴ്ചപ്പാടുണ്ടായത് തന്നെ ഹമിയ്യത്തുൽ ജാഹിലിയ്യത്തിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലം ആരംഭിക്കുന്ന സമയത്ത് കഅബ കാണാൻ അധികാരമില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. കഅബ കാണാൻ പാടില്ലാത്ത ആൾക്കാർ. ആരാ കഅബ കാണാൻ പാടില്ലാത്ത ആൾക്കാർ? അടിമകൾക്ക് കഅബ കാണാൻ അധികാരമില്ല.
വിശുദ്ധ ഖുർആൻ ആ വർണ്ണ വിവേചനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ആദമിന്റെ മക്കളെ നാം ആദരിച്ചു, കടലിൽ കരയിൽ നാം അവർക്ക് ആധിപത്യം കൊടുത്തു. എവിടെ കൊടുത്തില്ല? ആകാശത്ത് കൊടുത്തില്ല. എവിടെ കൊടുത്തുള്ളൂ? കടലിലും കരയിലേ കൊടുത്തുള്ളൂ. ആകാശത്ത് കിട്ടിയിട്ടില്ല, നമുക്ക് ആധിപത്യം കിട്ടിയിട്ടില്ല. കിട്ടി എന്നൊക്കെ പറയുന്നത് കേവല അവകാശവാദം മാത്രമാണ്, അപൂർവമായ ചില കാര്യങ്ങളും. ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പൊ കടലിലും കരയിലും ആധിപത്യം കൊടുത്തു. നാം സൃഷ്ടിച്ചിരിക്കുന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളിൽ നിന്നും അവരെ നാം ശ്രേഷ്ഠവാന്മാരാക്കി. വിശിഷ്ടമായ ഭക്ഷണമായി കൊടുത്തു. ഇതൊക്കെ നാം പറയുന്നു. അപ്പൊ മനുഷ്യൻ എന്ന മനുഷ്യത്വത്തിലേക്കാണ് ഖുർആൻ വിരൽ ചൂണ്ടിയത്. ആ മനുഷ്യത്വത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇത്തരം ഹമീയത്തുകളെ കുറിച്ചു കൊടുത്തതിന്റെ ഭാഗമായി കൊണ്ട് പറഞ്ഞു, ഇന്നാ ഖലഖനാകും മിൻ ദക്കറിൻ വ ഉൻസ, ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. വജഅൽനാകും ശുഉബൻ വ ഖബാഇല ലിതആറഫു, നിങ്ങളുടെ ഗോത്രങ്ങളും വംശങ്ങളുമാക്കി തിരിച്ചത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു കൊമ്പായി അലങ്കാരമായിട്ട് കൊണ്ടുനടക്കാനുള്ളതല്ല. ഞാൻ ഇന്ന തറവാട്ടിൽപ്പെട്ടതാണ്, അങ്ങനെയൊക്കെയുണ്ട്. ഇന്ന തറവാട്ടിൽപ്പെട്ടതാണ്. അപ്പൊ എന്റെയൊക്കെ തറവാട് ഒരു ഉന്നത തറവാടാണെന്ന് പറയുന്ന ഇതാണ് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ. തെക്കൻ കേരളത്തിലാണ് ഉന്നത തറവാട്, വലിയ തറവാട്ടിൽ പറഞ്ഞ ആളെന്ന നിലയിലാണ്. അവിടെ പള്ളിയുടെ മെഹ്റാബിന്റെ ഭാഗത്ത് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ പള്ളിക്ക് മുഴുവൻ സ്ഥലം കൊടുത്തത് ഞങ്ങളുടെ തറവാട്ടുകാരാണ്. ഏതായാലും ആ പള്ളിയുടെ മുൻഭാഗത്ത് മെഹ്റാബിനോട് ചേർത്ത് ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. ആ ഏരിയയിലാണ് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ മറയുള്ളൂ. അവർക്ക് പ്രത്യേക ഖബർസ്ഥാനാണ്. അവിടെ പള്ളിയോട് ചേർന്നുള്ളതൊക്കെ ഈ തറവാട്ടിൽപ്പെട്ട ആളുകൾക്കാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ. ചില ആൾക്കാർ ആ ആൾക്കാർക്ക് പദവി കൊടുക്കാൻ പാടുള്ളൂ, ചില ആൾക്കാർക്ക് പദവി കൊടുക്കാൻ പാടില്ല. ഈ അടുത്ത ദിവസം ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അയാൾക്ക് എന്തില്ല, ഒരു പെൺകുട്ടിയെ കിട്ടുന്നില്ല. കുറെ അന്വേഷിക്കുന്നു. 18 വയസ്സ് പ്രായമുണ്ട്. അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ ഞാൻ കുറെ ആലോചനകളെ കൊണ്ടുവന്നു. ഒന്നും ശരിയായില്ല. ഒടുവിൽ ഒരു കല്യാണാലോചന ശരിയായി, ധാരണയായതിനു ശേഷം പിന്നീട് ആ വിവാഹാലോചനയിൽ നിന്നും ഈ ചെറുപ്പക്കാരൻ പിന്മാറി. നമ്മുടെ സെൽഫി ആർഎസ്എസ് പോകുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, നെഞ്ചത്ത് കൈയിട്ടുന്ന ആൾക്കാരാണ്, തറാവീഹ് നമസ്കരിക്കാരാണ്. പക്ഷേ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ കല്യാണത്തിന് പിന്മാറിയത്? നല്ല ടീമല്ലായിരുന്നോ? നല്ല വിദ്യാഭ്യാസമില്ല ആ കുട്ടിക്ക്, നല്ല കുടുംബമാണ്, ഫിനാൻഷ്യലി നല്ല സെറ്റപ്പുള്ള ആൾക്കാരല്ലേ, എന്ത് പിന്മാറിയെന്ന് ചോദിച്ചാൽ പറയണേ അവര് ബാർബർ കുടുംബമാണ്. ബാർബർ കുടുംബം അങ്ങനെയുണ്ട് ഇസ്ലാമിൽ. ബാർബർ കുടുംബം ഇല്ല. അവിടെ വെക്കുക എന്നുള്ള ചില വിഷയങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കുടുംബ മഹിമ വെച്ചുകൊണ്ടല്ല. ഇതാണ് ഹമീയത്തുൽ ജാഹിലിയ്യത്ത്. അത് സമൂഹത്തെ വല്ലാതെ മാറ്റിയാക്കി. ഒരു പാതിരാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ വാതിൽ മക്ക കാലഘട്ടത്തിൽ വന്ന ഒരാൾ വന്ന് മുട്ടി. അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ആരാണ്? പുറത്തുനിന്ന് മറുപടി പറഞ്ഞു, ഞാനാണ്. പ്രവാചകൻ വാതിൽ തുറന്ന് നോക്കുമ്പോ ഉമയ്യത്തിന്റെ അടിമ ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നിൽക്കാണ്, വിറച്ചു നിൽക്കുക. ഉമയ്യത്തിന്റെ ഒട്ടകക്കൂട്ടത്തിന്റെ ഇടയിലാണ് ബിലാൽ കിടന്നുറങ്ങാറ്. ഉമയ്യത്തിന്റെ ഒട്ടകങ്ങൾക്ക് കൊണ്ടുവരുന്ന ഗോതമ്പ് നിറച്ചു കൊണ്ടുവരുന്ന ചാക്ക്, ആ ചാക്കാണ് ഉമയ്യത്ത് ഈ ബിലാൽ ഉടുക്കാറ്. ആ ചാക്ക് ഉടുക്കാൻ നടക്കുന്നത്. ആ ചാക്കിലും മുഴുവനും ഈ ഒട്ടകത്തിന്റെ കാഷ്ടം പറ്റിപ്പിടിച്ചിരിക്കൊണ്ട്. അങ്ങനെയുള്ള ബിലാൽ ഖുറൈശി തറവാട്ടിലെ ഒന്നാമനെന്ന് പറയാൻ പറ്റുന്ന ബനൂ ഹാഷിം ഗോത്രത്തിന്റെ തലവനെന്ന് തന്നെ പറയാൻ പറ്റുന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് പാതിരാത്രിയിൽ നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനെ തിരിച്ചറിഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കെട്ടി അങ്ങ് പിടിച്ചു, ആലിംഗനം ചെയ്തു, കവിളത്തിൽ ചുംബനം കൊടുത്തു. ബിലാൽ ഇബ്നു റവാഹ് എന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഅദ്ദിന്റെ തുടക്കം അവിടെ മുതലാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നും തുല്യതയില്ലാത്ത
സ്ഥാനം കൊടുത്തിട്ടുള്ള ഒരു സഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ചുംബനത്തിൽ നിന്നുണ്ടായിരുന്ന ഒരു പ്രസരിപ്പ് അല്ലെങ്കിൽ ഒരു പ്രചോദനം, ആ പ്രചോദനം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വിപ്ലവങ്ങൾ രചിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അദ്ദേഹത്തെ സ്വീകരിച്ച പ്രവാചകൻ അദ്ദേഹത്തിന് കഅബ കാണാനുള്ള പെർമിഷൻ ഇല്ലാത്ത വ്യക്തിയാ. നമുക്ക് പറഞ്ഞല്ലോ, ചില കുടുംബക്കാർക്ക് ചില വ്യക്തികൾക്ക് കഅബ കാണാൻ പെർമിഷൻ ഇല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ബിലാൽ റളിയല്ലാഹു അൻഹു കഅബ കണ്ടിട്ടില്ല. എന്താ കാരണം? അയാൾ അബിസീനിയൻ അടിമയാ. പക്ഷേ ബിലാൽ റളിയല്ലാഹു അൻഹു അബിസീനിയയിൽ നിന്ന് വന്ന ആളാണോ? അല്ല, അദ്ദേഹത്തിന്റെ പിതാവാണ് അബിസീനിയയിൽ നിന്ന് വന്നത്. അദ്ദേഹം മക്കയിൽ ജനിച്ച മനുഷ്യനാ. മക്കയിൽ ജനിച്ച മനുഷ്യനെ കഅബ കാണാൻ വിലക്കേർപ്പെടുത്തിയ ഒരു സമൂഹത്തിന്റെ ഇടയിൽ മക്ക ഫതഹിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുറ്റും കൂടി നിന്ന ആളുകളോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് ഞാൻ നിങ്ങളുടെ നേരെ എന്ത് നിലപാട് സ്വീകരിക്കും? അവർ പറഞ്ഞു, അഖുൻ കരീം വബ്നു അഖിൻ കരീം, ഉദാരമായ പിതാവിന്റെ ദയാലുവായ പുത്രനാണ്. ഞങ്ങളുടെ നേരെ എന്ത് നിലപാട് സ്വീകരിച്ചാലും അതൊന്നും അധികമാകില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ മോചിതരാണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് ഒരു സംഭവം ഉണ്ടായി. നമുക്ക് സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് വിശദീകരിക്കാം. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അയ്ന ബിലാൽ, എവിടെയാ ബിലാൽ? എവിടെയാ ബിലാൽ? ബിലാൽ റളിയല്ലാഹു അൻഹു കഅബ ആദ്യമായിട്ട് കാണുകയാണ്. എപ്പോ? പ്രവാചകനോടൊപ്പം മക്ക ഫതഹിന് വന്നപ്പോ കഅബ ആദ്യമായിട്ട് കാണുക. അതിന്റെ അപ്പുറത്തിൽ മാറി നിൽക്കാൻ തനിക്ക് അർഹതയില്ലാതിരുന്ന കഅബ ഞാൻ കണ്ടിരിക്കുന്നു. മാറി നിൽക്കാൻ ബിലാൽ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അയ്ന ബിലാൽ, ബിലാൽ എവിടെ? പ്രവാചകന്റെ മുമ്പിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കയറൂ ബിലാൽ, കഅബയുടെ മുകളിൽ കയറും. എന്തിനാ? നമ്മളുടെ ആധിപത്യം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ഒരു വാങ്ങു കൊടുത്തുകൊണ്ട് പറയണം, എന്റെ മുഅദ്ദിൻ ബിലാലാണ്, ബിലാൽ പറയട്ടെ. അമ്പലപ്പൂരുടെ പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി. നല്ല പ്രവാചകൻ പറഞ്ഞു, കയറണം ബിലാൽ. ബിലാൽ റളിയല്ലാഹു അൻഹു ചുറ്റും നോക്കി. പ്രവാചകന്റെ കൽപ്പനയല്ലേ, കയറാൻ ഒരു മാർഗമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ചേർത്ത് വെച്ചു കൊടുത്തു. കഅബയുടെ മുഅദ്ദിനോട് കൈ ചേർത്ത് വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ കൈയിൽ ചവിട്ടിയിട്ട് കയറുക. ഈ കൈയിൽ ചവിട്ടിയിട്ട് കയറാൻ പ്രവാചകനോട് ബിലാൽ റളിയല്ലാഹു അൻഹു ചവിട്ടി കയറുക. പക്ഷേ കാല് വഴുതി താഴെ വീണു. അബൂൽ ഖുബൈസ് കുന്നിന്റെ മുകളിലെ ഖുറൈശി പ്രമുഖരെ കാത്തിരിക്കുന്നുണ്ട്. ഈ അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പരിഹസിച്ചു ചിരിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ കുമ്പിട്ടിരുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തോളത്ത് ചവിട്ടാൻ. തോളത്ത് ചവിട്ടിക്കൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ മുകളിൽ കയറുന്നത്. ആ രംഗം കണ്ട് സഈദ് ഇബ്നുൽ ആസ് എന്ന കഅബയുടെ ഏറ്റവും പ്രധാനിയായ വ്യക്തി, കഅബയുടെ സൂക്ഷിപ്പുകാരിൽ പ്രധാനിയായ വ്യക്തിയാണ് സഈദ് ഇബ്നുൽ ആസ്. മരണപ്പെട്ടുപോയി. സഈദ് ഇബ്നുൽ ആസ് മരണപ്പെട്ടുപോയി. ആ സഈദ് ഇബ്നുൽ ആസിന്റെ കുടുംബക്കാർ മക്കൾ പറഞ്ഞു, ലഖദ് അഖറബല്ലാഹു സഈദൻ ഇദാ ഖബദഹു ഖബ്ല അൻ യറാ ഹാദൽ അസ്വദ് അലാ വഹ്രിൽ കഅബ. സഈദിനെ അല്ലാഹു എത്രയോ ആദരിച്ചു. വാപ്പ സഈദ് ഇബ്നുൽ ആസിനെ എത്രയോ ആദരിച്ചു. കാരണം ഈ കറുപ്പൻ കഅബയുടെ മുകളിൽ കയറുന്ന ഈ ദയനീയമായ അവസ്ഥ കാണേണ്ട ഗതികളൊന്നും നമ്മുടെ പിതാവുണ്ടായിട്ടില്ല. അതാണ് ഹമിയ്യത്തുൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്തിൽ ബാധിച്ച ഒരു തരം ദുരഭിമാനാവസ്ഥ. ഈ ദുരഭിമാനാവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ശക്തമായ വേരോടുന്നുണ്ട്. ചില ആളുകളെയൊക്കെ ഈ കുടുംബ പേരിട്ട് വിളിക്കുക, അതേപോലെ അവരുടെ കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് കളിയാക്കുക, ചില ആൾക്കാരെ കുടുംബത്തിലെ ചില മോശത്തരങ്ങളൊക്കെ പറഞ്ഞ് കളിയാക്കുക, വർണ്ണം പറഞ്ഞ് കളിയാക്കുക, അതേപോലെ അവരുടെ ശരീരത്തിന്റെ രൂപവും നിറവും പറഞ്ഞ് കോലം പറഞ്ഞ് കളിയാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഈ പറയപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ വരികയുണ്ടായി. കരഞ്ഞുകൊണ്ട് വരുന്ന സംഭവം ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. കരഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, എന്തിനാ ബിലാലെ കരയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അബൂദറുൽ ഗിഫാരി, സാരക്കാരനല്ല, ഗിഫാർ ഗോത്രത്തിന്റെ തലവനാ. ഗിഫാർ ഗോത്രം എന്ന് പറഞ്ഞാൽ കൊള്ളസംഘാണ്. കൊള്ളസംഘം നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ കുറച്ചുകൂടെ പറഞ്ഞാൽ ഇന്നത്തെ നാടൻ ഭാഷ പറഞ്ഞാൽ കൊട്ടേഷൻ ടീം. കൊട്ടേഷൻ ടീം നല്ല തലക്കെട്ടല്ല, അവരുടെ പ്രൗഢിയുടെ ടീം കൊട്ടേഷൻ ടീമാണ്. അവരുടെ തലവനാണ് അബൂദർ. ആ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ബിലാലുമായി സംസാരിച്ചുകൊണ്ടിരിക്കെ
എന്തോ കടുപ്പിച്ച വർത്താനം പറഞ്ഞു. എന്താ കടുപ്പിച്ച വർത്താനം? നമുക്ക് കേട്ട ചിരി വരും. കടുപ്പിച്ച വർത്താനം എന്താ? ബിലാലിനോട് പറഞ്ഞു, കറുമ്പിയുടെ മോനല്ലേ, കറുമ്പിയുടെ മോനല്ലേ. ഉമ്മാനെ ചേർത്താ പറഞ്ഞത്. ഈ വർത്താനം കേട്ടപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു തളർന്നുപോയി. അത് മുമ്പായിരുന്നെങ്കിൽ തളരില്ല. ഉമയ്യത്തിന്റെ അടിമയായിരുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ബിലാൽ അത് ബാധിക്കില്ല. പക്ഷെ ഇസ്ലാം എന്ന പൂങ്കാവനത്തിനകത്ത് ആ ഒരു വാക്കിന് വലിയ വേദന ഉണ്ടാകും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അരികിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നബിയെ, എന്നോട് അബൂദർ പറഞ്ഞു കറുമ്പിയുടെ മോനല്ലേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അബൂദർ വന്നു. അബൂദറിനോട് നബി ചോദിച്ചു, അങ്ങനെ പറഞ്ഞോ? അബൂദർ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു നബിയെ, അബദ്ധം പറ്റിപ്പോയതാണ്. പ്രവാചകൻ അതിൽ പറഞ്ഞ മറുപടി എന്താ പറയാമോ? ഇന്നി അറാ ഫീക ഖിസ്മൽ ജാഹിലിയ്യ, ഞാൻ നിന്നിൽ ജാഹിലിയ്യത്തിന്റെ ഓഹരി കാണുന്നു, വിഹിതം കാണുന്നു. ഒരാളെ പരിഹസിക്കുക, അയാളുടെ കുടുംബോ നിറോ വർണ്ണോ കോലോ പറഞ്ഞിട്ട് ചട്ടുകാരൻ, ഒറ്റക്കണ്ണൻ, എന്താണ് ഒറ്റക്കയ്യൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കില്ലേ? ആ കളിയാക്കൽ, അതല്ലെങ്കിൽ ഉമ്മയിലേക്ക് ചേർത്ത് വാപ്പയിലേക്ക് ചേർത്ത് പറഞ്ഞ് കളിയാക്കൽ, പരിഹസിച്ചു കൊണ്ട് പറയുന്ന വഴി, ആ വിളിയെല്ലാം ഖിസ്മുൽ ജാഹിലിയ്യത്ത്, ഹമിയ്യത്തുൽ ജാഹിലിയ്യത്തിൽപ്പെട്ടതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ജാഹിലിയ്യത്തിന്റെ അടയാളങ്ങളിൽ രണ്ടാമത്തേത്. ഈ രണ്ടാമത്തെ അടയാളം അടക്കമുള്ള എല്ലാ അടയാളങ്ങളും ഖുർആൻ പറഞ്ഞ 4 അടയാളങ്ങൾ, ആ 4 അടയാളങ്ങളെ വെച്ചുകൊണ്ട് ശൈഖ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വിശദീകരിച്ച ആ 183ഓളം അടയാളങ്ങൾ, അതിന്റെ എല്ലാം തുടക്കം ഒന്ന് തന്നെയാണ്. ഏത്? ലന്നുൽ ജാഹിലിയ്യത്തിൽ നിന്നുണ്ടായതാണ്. മൂന്നാമത്തേത് ഞാൻ ചുരുക്കി പറയാം. മൂന്നാമത്തേത് തബറുൽ ജാഹിലിയ്യ. ഖുർആനിൽ പറയുന്നില്ലേ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ, അവരവരുടെ ഭവനങ്ങളിൽ അടങ്ങിയൊതുങ്ങിയിരിക്കട്ടെ, ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം ഒഴിവാക്കുക. ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം എന്താ? ഈ ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം പല തരത്തിലുണ്ട്. സൗന്ദര്യ പ്രദർശനം, ഒന്നാമത്തെ സൗന്ദര്യ പ്രദർശനം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കഅബ തവാഫ് ചെയ്യാൻ സ്ത്രീകൾക്ക് അനുവാദം ലഭിക്കണമെങ്കിൽ അവർ നഗ്നരായി തവാഫ് ചെയ്യണമെന്നാണ് വ്യവസ്ഥ. കഅബയുടെ ഒരു വർഷത്തെ വരുമാനം മുഴുവനും അവിടെ ഈ ഒരു വർഷം നടക്കുന്ന നഗ്നത തവാഫിലൂടെയാണ്. അത് കാണാൻ ഒരുപാട് ആളുകൾ വരും. കഅബയിൽ നിന്ന് പുണ്യപ്രതീക്ഷ കൊണ്ടല്ലേ വരുന്നത്. ഈ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾ നടത്തുന്ന ഈ തവാഫ് കാണുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും. അതിനുവേണ്ടി കച്ചവട വസ്തുക്കൾ കൊണ്ടുവരും. അവിടെ ആഘോഷമാണ്, ഉത്സവമായിരിക്കും. എന്തിനാ? ഈ തബറുൽ ജാഹിലിയ്യത്ത്, ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം കാണുന്നതിന് വേണ്ടി. ഏതെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു പെണ്ണെങ്ങാനും പറയാണ്, എനിക്ക് നഗ്നത വെളിവാക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അതിനും മാർഗമുണ്ട്. നഗ്നത വെളിവാക്കാൻ തവാഫ് ചെയ്യാനുള്ള അനുവാദമുണ്ട്. ആർക്കാ? വലിയ വില കൊടുത്ത് വസ്ത്രം വാങ്ങണം. ഏത് വസ്ത്രം? അവിടുത്തെ ഒരു തറവാട്ടുകാരൻ വിൽക്കുന്ന വസ്ത്രം. ഏത് വസ്ത്രം പറ്റില്ല, ഒരു തറവാട്ടുകാർ വിൽക്കുന്നുണ്ട്. ആ വസ്ത്രം വാങ്ങിയിട്ട് വേണമെങ്കിൽ ധരിക്കാം. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യാം? തവാഫ് ചെയ്യാം. അതല്ലെങ്കിൽ നഗ്നരായി തവാഫ് ചെയ്തോളണം. ഈ ഒരു കാഴ്ചപ്പാട് ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ എത്രമാത്രമുണ്ട്? തവാഫ് എന്ന വിഷയത്തിൽ എത്തുന്നത് നഗ്നതാ പ്രദർശനം. ഇത് പല തരത്തിൽ പ്രദർശിപ്പിക്കുമായിരുന്നു, പല തരത്തിലും പല കോണത്തിലും. ചില കുടുംബക്കാർക്ക് ശരീരത്തിൽ വസ്ത്രം ധരിക്കാം, എന്നാൽ ആ വസ്ത്രം നഗ്നത പൂർണ്ണമായും മൂടാൻ പാകത്തിനാകാൻ പാടില്ല. ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ പ്രത്യേകമായി എടുത്തു കാണിക്കണം. അതിന്റെയൊക്കെ ചരിത്രപരമായ പരാമർശങ്ങളുള്ള ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പരാമർശിക്കുന്ന വാക്കുകളൊന്നും ഇതേപോലെ പരസ്യമായി പറയാൻ പ്രയാസമുള്ള വാക്കുകളാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, പക്ഷേ ശരീരത്തിന്റെ അവയവങ്ങൾ കൃത്യമായി വെളിവാക്കുന്ന വസ്ത്രമായിരിക്കണം. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ, കോട്ടയം ജില്ലയിൽ നിന്നിട്ട് എന്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാള് റമദാന് മുമ്പ് ഇവിടെ നാട്ടിൽ വന്നു. നമ്മുടെ മലപ്പുറത്ത് കോട്ടയ്ക്ക് ആദ്യമായിട്ടാണ് മലപ്പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവിടുന്ന് വരുമ്പോ തന്നെ എന്നോട് പറയുന്നുണ്ട്, എടാ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ ഒരു പ്രയാസമുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ വേഷവും വിധാനം
വേഷവിധാനങ്ങളൊക്കെ നിങ്ങളുടെ മലപ്പുറംകാരുമായിട്ട് യോജിക്കുന്നതാകൂലല്ലോ. നിങ്ങളൊക്കെ ഒരു പ്രത്യേകതരം വേഷക്കാരല്ലേ. അവർ വേണമെന്നില്ല, ഒരു ചുരിദാറക്കിടും നിലയിൽ കൂടിയിടും, അത്ര തന്നെ. ഇതൊക്കെയാണ് അവരുടെ വേഷം. അങ്ങനെ ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സഭ്യമാണെന്ന് തോന്നുന്ന തരത്തിൽ ഉള്ള വേഷം ധരിച്ചിട്ട് പോലും ഇവിടെ അങ്ങനെ പ്രത്യേക വേഷം ധരിച്ചു വരാൻ ഇത് ഉംറയ്ക്ക് പോകുന്ന സ്ഥലമല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അങ്ങനെ അവരിവിടെ വന്നു. ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പറയാണ്, ഇവിടത്തേനേക്കാളും മെച്ചം ഞങ്ങളുടെ നാട് തന്നെയുണ്ട്. മലപ്പുറത്തിനേക്കാളും മെച്ചം നിങ്ങളുടെ കോട്ടയം തന്നെയാണ്. അവിടുത്തെ മുസ്ലിം പെണ്ണുങ്ങൾ കുറച്ചൊക്കെ മാന്യമായ വേഷം ധരിക്കുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരോ സത്യത്തില് നമ്മുടെ നാട്ടിലൊരു അപകടകരമായ ഡ്രസ് കോഡ് വന്നിട്ടുണ്ട്. അപകടകരമായതാണ് വേഷവിധാനങ്ങൾ. ഒരുപാട് പുതിയ പുതിയ സ്ഥാപനങ്ങൾ വസ്ത്ര വിപണന രംഗത്ത് ഉണ്ടല്ലോ. പുതിയ പുതിയ സ്ഥാപനങ്ങൾ, ഒന്നിന്റെയും പേര് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഈ സമൂഹത്തിന്റെ ഇടയിൽ ഒരു പുതിയ ഡ്രസ് കോഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോദിച്ചാൽ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രമല്ലേ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഉണ്ട്, ശരിയാണ്, ശരീരം മുഴുവനല്ലെങ്കിലും ഭാഗികമായി മറയുന്നുണ്ട്. പക്ഷേ ആ ഡ്രസ് ഒരു സംസ്കാരമാണ്. ഞാനത് അറിയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവ് ഗൾഫിൽ നിന്ന് വന്നപ്പോ വിദ്യാർത്ഥിനിയുമായി ബന്ധപ്പെട്ട കുറെ സ്വഭാവ ദൂഷ്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോ അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിന്നാണ്, മൗലവിക്കറിയോ നമ്മുടെ നാട് പോകുന്ന പോക്ക് എങ്ങനെയാണെന്ന്. നമ്മുടെ നാടിനെ ഭരിക്കുന്നത് ഒരുതരം കൊറിയൻ സംസ്കാരമാണ്. കൊറിയൻ സംസ്കാരം. ഞാൻ ചോദിച്ചു അതെന്താ കാരണം എന്ന് ചോദിച്ചപ്പോ അവർ പറയാണ്, കൊറിയൻ സിനിമകൾ വല്ലാതെ നമ്മുടെ ആളുകളെ ബാധിച്ചു തുടങ്ങിയെന്ന്. കൊറിയൻ സിനിമകൾ, ഇതൊക്കെ ഞാൻ പുതിയ അറിവുകളാണ് വന്നിട്ടുള്ളത്. കൊറിയൻ സിനിമകൾ, പ്രത്യേകിച്ച് ഭർത്താക്കന്മാരൊന്നും ഇവിടെ ഇല്ലാത്ത ആളുകൾ, എല്ലാ ആളുകളെ പറ്റിയല്ലേ ഞാൻ പറയുന്നത്. ഭർത്താക്കന്മാരൊന്നും ഇവിടെ ഇല്ലാത്ത പല കുടുംബങ്ങളിലും സമയം പോകുന്നതിന് വേണ്ടിയൊക്കെയായിട്ടാണ് ഈ കൊറിയൻ സിനിമകളിലേക്ക് തിരിയുന്നത്. ആ കൊറിയൻ സിനിമകളിൽ നിന്നും കൊറിയൻ സംസ്കാരങ്ങൾ, ഡ്രസ് കോഡുകൾ വരാൻ തുടങ്ങി. ഇന്ന് നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾ ഈ ഭാഗത്തെ അവസ്ഥയ്ക്ക് അങ്ങനെ കൃത്യമായില്ല. പക്ഷെ മലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ ഇട്ടിരിക്കുന്ന വേഷം ഒരു പുതിയ വേഷമാണ്. അവർ പാനിട്ടിട്ടുണ്ട്, കുപ്പായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം നമ്മുടെ നാട്ടിൽ മുമ്പ് കണ്ടു വെച്ചില്ലാത്ത വേഷങ്ങളാണ്. അതിവിടെ ഇറക്കുമതി ചെയ്തു തുടങ്ങി. അതിന്റെ വിൽപ്പനക്കുള്ള കേന്ദ്രങ്ങൾ വന്നു തുടങ്ങി. ഇതൊക്കെ ആ കൾച്ചറിലേക്ക് മാറാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ മുമ്പൊക്കെ ലിപ്സ്റ്റിക് പുരട്ടിയിരുന്ന ആളുകൾ എത്ര പേരുണ്ടായിരുന്നു? വളരെ കുറവ്, അപൂർവമാണ് അല്ലേ? അങ്ങനെയല്ല. പരിശുദ്ധ ഖുർആൻ ഹിഫ്ദ് ചെയ്യുന്ന ഒരു സ്ഥാപനം ഞാൻ തെക്കൻ കേരളത്തിൽ പോയി സന്ദർശിച്ചു. പെൺകുട്ടികളുടെ സ്ഥാപനങ്ങളുടെ ആവശ്യം വേണ്ടി പോയതാ. അപ്പൊ അവിടെ വലിയ ബഹളം നടക്കുക. എന്താ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ സംഭവം അറിയാൻ വേണ്ടി അന്വേഷിച്ചപ്പോ അവിടുത്തെ ടീച്ചേഴ്സ് വന്ന് പറയാണ്, ആ കുട്ടികൾ 50ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന സ്ഥാപന, ആ കുട്ടികളുടെ ഓരോരുത്തരുടെ ബാഗിലും ഈ ഇത് എന്താണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, നമ്മുടെ മുഖത്ത് തേക്കാനും പുരട്ടാനൊക്കെയുള്ള സാധനങ്ങൾ അടങ്ങുന്ന കിറ്റ്, ആ കിറ്റുണ്ട്. അത് ചെറുതൊന്നുമല്ല. ഞാനൊരു പ്രൊഡക്റ്റിന്റെ പിന്നിലെ വില, അതിൽ എഴുതിയിരിക്കുന്ന റേറ്റ് നോക്കിയപ്പോൾ 675 രൂപയുടെ ഒരു സാധനം, ചുണ്ടത്ത് പറ്റാനുള്ള സാധനം 675 രൂപ. അപ്പൊ ഞാൻ ചോദിച്ചു ഇത്രയും വിലയുള്ള സാധനം ചോദിച്ചപ്പോ ആ കുട്ടി പറയാണ്, അത് ഏറ്റവും കുറഞ്ഞ വിലയാണ്. ഏറ്റവും കുറഞ്ഞ വിലയാണ്, വില കൂടിയത് വേറെ ഉണ്ട്. അതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടി ആളുകൾ എന്ത് ചെയ്യാണ്? പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നു, ജോലി അന്വേഷിക്കുന്നു. ഇസ്ലാമിൽ ഒരു പെണ്ണ് ജോലി ചെയ്യുന്നത് തെറ്റായ കാര്യമല്ല. പക്ഷെ ഇതിന് പണം കണ്ടെത്തുന്നതിന് വേണ്ടിയാ. ഇതിനെ പറ്റിയുള്ള ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, ഇന്ന് ഭൂരിപക്ഷം ആളുകളും പെണ്ണുങ്ങളും ജോലി ആവശ്യാർത്ഥം പുറത്തു പോകുന്നതിന്റെ പ്രധാനമായ ലക്ഷ്യം അവർക്ക് അവരുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങിക്കാനും ഇത്തരത്തിലുള്ള വേഷങ്ങളിലേക്ക് മാറാനാണ്. കാരണം നമ്മുടെ ഈ തലമുറ ആ വേഷത്തിന് പ്രാധാന്യം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട വേഷത്തിലേക്ക് മാറുന്നതിന് വേണ്ടിയാണ്. അതൊരു ഭാഗം. മറ്റൊരു ഭാഗം ഡ്രസ് ധരിക്കുന്നിടത്ത് മറക്കേണ്ട ആളുകൾ. ചില ആളുകളുടെ മുമ്പിൽ മറവുണ്ട്. ഏകദേശം 12ഓളം ആളുകളെ ഖുർആൻ എടുത്ത് പറയുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, ഖുലിൽ മുഅ്മിനാത്തി യഖുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബദീന സീനത്തുഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ. വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ഭാഗമാണ്. പെണ്ണുങ്ങളോട് പറയണം, മുഅ്മിനാത്തുകളോട് പറയണം, അവരുടെ സൗന്ദര്യത്തെ അവരിൽ നിന്നും യാദൃശ്ചികമായി ഒഴിവാക്കുന്നത് ഒഴികെ വെളിവാക്കാൻ പാടില്ല. സൗന്ദര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പെണ്ണിന്റെ സൗന്ദര്യം കൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് പെണ്ണിന്റെ മുടി മുതൽ നഖം വരെയാണ്. പെണ്ണിന്റെ സൗന്ദര്യം മുടി മുതൽ നഖം വരെ സൗന്ദര്യ
നമ്മൾ ഇത്ര നീളമുള്ള ഒരു മുടി കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണുങ്ങൾ എന്തെങ്കിലും ചോദിക്കുമോ? അത് നമ്മുടെ ഞാൻ പറയും, ഇപ്പൊ ഇത്ര നീളമുള്ള മുടി കിട്ടിയാലോ, നീളം കൂടുതൽ മുടി കിട്ടിയാലോ, ധാരാളം കാരണം ആ മുടിക്കൊരു സൗന്ദര്യമുണ്ട്, ആ മുടിക്കൊരു സൗന്ദര്യമുണ്ട്. ഇങ്ങനെ ഓരോ സ്ത്രീ ശരീരത്തിന്റെ ഓരോ പോയിന്റുകളും സൗന്ദര്യമുള്ളതാണ്. അതുകൊണ്ട് തന്നെ യാദർശികമായി വെളിവാകുന്നതല്ലാത്ത സൗന്ദര്യം അവർ വെളിവാക്കാൻ പാടില്ല. ഏതായി യാദർശികമായി വെളിവാകുന്ന സൗന്ദര്യം? ഒരു പർദ്ദ ഇട്ടു, ആ പർദ്ദ വിളംബരമുള്ള പർദ്ദയാണ്, ബസ്സിൽ കയറിയപ്പോ കൈ ഒന്നിച്ചപ്പോ ആ പർദ്ദ കുറച്ചുണ്ടാക്കി, യാദർശികമായി വെളിവായതാണ്. ബസ്സിൽ കയറുമ്പോ കാല് ഒന്നിച്ചപ്പോ കാലിന്റെ കണ്ണൻ വെളിവായി, യാദർശികമായി വെളിവാകുന്നതാണ്. അതിന് വിരോധമില്ല. ഇതല്ലാതെ അവർ വെളിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വലായുദീന സീനത്തഹുന്ന, സൗന്ദര്യം വെളിവാക്കാൻ പാടില്ല. അനുവാദമുള്ള ആളുകൾ സാധാരണ വേഷത്തിൽ നിൽക്കാൻ, മാക്സിമം തട്ടവും ഇട്ട് നിൽക്കാൻ അനുവാദമുള്ള ആളുകൾ, അങ്ങനെ പറയാൻ വേണ്ടി. അതല്ലെങ്കിൽ ചുരിദാറിട്ട് നിൽക്കാൻ അനുവാദം, ബാക്കി തലയിൽ തുണിയൊന്നും ഇടാണ്ട് നിൽക്കാൻ അനുവാദമുള്ള ആളുകള് ഇല്ലാതില്ല അവരുടെ ഭർത്താക്കന്മാർ. അത് പിന്നെ എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തിട്ടുണ്ട്. ഇല്ലാതെ കൂലത്തിഹിന്ന കഴിഞ്ഞിട്ട് പിന്നെ എണ്ണിക്കൊള്ളണ്ടോ? അവരുടെ പിതാക്കന്മാർ സാധാവേഷത്തിൽ നിൽക്കാം. ഭർത്താവിന്റെ പിതാക്കന്മാരുടെ മുമ്പിൽ സാധാരണ വേഷത്തിൽ നിൽക്കാം. അവിടെയും ഇപ്പോൾ ഒരു പോയിന്റ് ചെയ്യുന്ന ഒരു നോട്ട് ചെയ്യൽ ആവശ്യമായി വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുമാകട്ടെ, അവരുടെ ആൺമക്കളുടെ മുമ്പിൽ, അവരുടെ ഭർത്താവിന്റെ ആൺമക്കളുടെ മുമ്പിൽ, അവരുടെ സഹോദരന്മാരുടെ മുമ്പിൽ, സഹോദരന്റെ ആൺമക്കളുടെ മുമ്പിൽ, സഹോദരിമാരുടെ ആൺമക്കളുടെ മുമ്പിൽ, അവരെ പോലെയുള്ള പെണ്ണുങ്ങളുടെ മുമ്പിൽ. അവരെ പോലെയുള്ള പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാല് അവരുടെ കാഴ്ചപ്പാടുള്ള പെണ്ണുങ്ങൾ നടത്തണം. അവരുടെ കാഴ്ചപ്പാടുള്ള പെണ്ണുങ്ങൾ എത്രയോ കൃത്യമായിട്ടാണ് ഖുർആൻ നോട്ട് ചെയ്ത് നോക്കണം. അതായത് ഇന്നത്തെ ലെസ്ബിയൻ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, ലെസ്ബിയൻ സംസ്കാരം വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തില് കാഴ്ചപ്പാട് മാറിയ പെണ്ണുങ്ങളുണ്ടാകും. അവരുടെ മുമ്പിൽ നിങ്ങൾ സാധാരണ വേഷത്തിൽ നിൽക്കരുതെന്നർത്ഥം. കാരണം അങ്ങനെയാണ്. ഒരു ലേഡി പറഞ്ഞ വർത്താനാണ്, മൗലവി ഞാൻ വെറുതെ നിൽക്കാറുണ്ട്, വർത്താനം പറഞ്ഞ് നിൽക്കാറുണ്ട്. ഇവിടെ ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേണ്ട, ബാംഗ്ലൂരിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ കൂട്ടുകാരി അവധിക്ക് വേണ്ടി നാട്ടിലേക്ക് വന്നു. അവധിക്ക് വേണ്ടി നാട്ടിൽ വന്നപ്പോ കാണാവുന്ന ഈ കൂട്ടുകാരനെ 5 നേരം നിസ്കരിക്കുന്ന പള്ളിയിൽ പോകുന്ന നമ്മുടെ സലഫി ആദർശത്തിൽ പോകുന്ന കൂട്ടുകാരനെ കാണാൻ വേണ്ടി വന്നതാണ്. കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അപ്പൊ അവളുടെ മുമ്പിൽ എന്ത് ചെയ്ത് സാധാരണ ടീഷർട്ടും ഒരു അടുപ്പാവാടെ ഉടുപ്പിക്കാൻ നിൽക്കാണ്. വീട്ടിലല്ലേ, ഒന്നും ചിന്തിക്കാനില്ല. അവൾ വന്നപാടെ എന്നെ ഒന്ന് നോക്കി, എന്നെ നോക്കിയിട്ട് എന്റെ പൊന്നമൗലി അവൾ വന്നിട്ട് എന്നെ ഒന്ന് കിസ് ചെയ്ത്, ഇതുവരെ ഉണ്ടായിരുന്നില്ല, അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ അവൾ എന്നോട് പെരുമാറിയ രീതിയൊക്കെ മാറിപ്പോയിരുന്നു. അതാണ് ഖുർആൻ പറഞ്ഞ രീതി. അവളെ പോലെ കാഴ്ചപ്പാടുള്ള പെണ്ണുങ്ങൾ, ദീനിയായ കാഴ്ചപ്പാടുള്ള പെണ്ണുങ്ങൾ അവരുടെ മുമ്പിൽ. പിന്നെ പറയുന്നുണ്ട് വലങ്കൈ ഉടനെയാക്കിയത് അത് ഈ സമൂഹത്തിൽ ഇല്ല. അതായത് അടിമകൾ, ലൈംഗിക താല്പര്യം നഷ്ടപ്പെട്ട വാർദ്ധക്യം ബാധിച്ച പുരുഷന്മാർ, ജോലിക്കാർ. നമ്മുടെ വീട്ടിലൊക്കെ ജോലിക്ക് വരുന്ന നല്ല പ്രായമുള്ള പപ്പമാരുണ്ടല്ലോ, അവർക്ക് ഈ ലൈംഗിക ചിന്താഗതിയൊക്കെ നഷ്ടപ്പെട്ടു പോയ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യാം? സാധാരണ വേഷം ധരിക്കാം. പിന്നെ പറയുന്നുണ്ട് ഖുർആന്റെ പ്രയോഗം എത്രയോ സൂക്ഷ്മതയോടുകൂടിയ എന്ന് പറഞ്ഞ ഫുൾ സ്റ്റോപ്പ് ചെയ്തില്ല. സ്ത്രീ രഹസ്യം എന്താണെന്ന് അറിയാത്ത കുട്ടികൾ. അപ്പൊ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ആൺകുട്ടികളുടെ മുമ്പിൽ പെണ്ണ് ജാഗ്രതയായിരുന്നു. മൊബൈൽ ഫോണ് ഉപയോഗിക്കുന്ന ആൺകുട്ടികളുണ്ടല്ലോ, ആ കുട്ടികളുടെ മുമ്പിൽ പെണ്ണ് ജാഗ്രതയായിരിക്കണം. വെറും തിഫിൽ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഖുർആനിൽ കൂടുതലുണ്ടാകും. അപ്പൊ അത്രമാത്രം ഈ 12-13 ആളുകളുടെ പേരെടുത്ത് കൊണ്ടുവരാണ്. ഈ ആളുകളുടെ മുമ്പിലല്ലാതെ ഒരു പെണ്ണ് അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ പാടില്ല. അപ്പൊ വീട്ടില് മീനായിട്ട് വരുന്ന ആളോ, മീൻ കച്ചവടക്കാരന്റെ മുമ്പിലോ മാക്സി ആയിട്ട് പോയി നിൽക്കാൻ പറ്റും? ഇല്ല.
ഇനി ഞാൻ പറയുന്ന കുറെ ബന്ധുക്കളിൽ നമ്മുടെ ഇതല്ലാത്ത കുറെ ബന്ധുക്കൾ അവരുടെ മുമ്പിലോ സാധാരണ വേഷം നിൽക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതെല്ലാം അപകടമാണ്. അവിടെയാണ് തബറുൽ ജാഹിലിയ്യത്ത്, ജാഹിലിയ്യത്തിന്റെ സൗന്ദര്യ പ്രദർശനം എന്ന് പറയുന്നത്. ഈ സൗന്ദര്യ പ്രദർശനം ഇന്ന് സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുക. ഔറത്ത് വേണ്ടതുപോലെ മറക്കാതെ പോയതിന്റെ പരിമിത ഫലം ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്നുണ്ട്. ലോകത്ത് മുസ്ലിങ്ങൾ അകപ്പടിച്ചു പോയ, തകർന്നു പോയത് എവിടെയൊക്കെ ഉണ്ടോ അവിടെ ആദ്യം വിഷയം ഉണ്ടായത് ഔറത്താണ്. മുസ്ലിങ്ങൾ തകർന്നു പോയ സ്പെയിൻ, മുസ്ലിം സ്പെയിനിൽ ആദ്യം ഉണ്ടായ വിഷയം എന്തായിരുന്നു? 700-800 കൊല്ലത്തോളം മുസ്ലിങ്ങൾ ഭരിച്ചതാണ് സ്പെയിൻ. മദീനത്തു സഹറ എന്ന് പറയുന്ന അത്യാധുനിക പട്ടണം ഉണ്ടാക്കിയ അബൂ അബ്ദില്ല അവിടെ വിദേശ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നുകൊടുത്ത് ജൂത പെണ്ണുങ്ങൾ മിനി സ്കർട്ട് ധരിച്ചുകൊണ്ട് ആദ്യമായിട്ട് സ്പെയിനിന്റെ മണ്ണിൽ കാലുകൂട്ടി. 800 കൊല്ലത്തോളം മുസ്ലിങ്ങൾ ഭരിച്ചതാണ് സ്പെയിൻ. ഓർക്കണം, സ്പെയിൻ ആരുടെ കയ്യില? മുസ്ലിങ്ങളുടെ കയ്യിലാണോ? ക്രിസ്ത്യാനികളുടെ കയ്യില. പുറത്തോ വലിയ ജുമാഅത്ത് പള്ളി ആരുടെ കയ്യില? ക്രിസ്ത്യാനികളുടെ കയ്യില. അവരുടെ കയ്യിലാണ് പള്ളിയും വലിയ സ്ഥാപനങ്ങളടക്കം അവരുടെ കയ്യിലായി പോയി. ആദ്യമായിട്ട് ചെയ്തതാണ് മിനി സ്കർട്ട് ധരിച്ച പെണ്ണുങ്ങളെ ഇറക്കി. ഈ 800 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ അങ്ങനെ ഒരു വേഷം സ്പെയിനിലെ മുസ്ലിം പെണ്ണുങ്ങൾ കണ്ടിട്ടില്ല. അവർ കാലക്രമേണ ആ വേഷത്തിലേക്ക് മാറാൻ തുടങ്ങി. വേഷത്തിൽ നിന്നാണ് പിന്നീട് സംസ്കാരം ഉണ്ടാക്കാൻ തുടങ്ങിയത്. വേഷം മാറി, പിന്നെ സംസ്കാരം റഹ്മത്ത് ചെയ്തു. ആ സംസ്കാരം പൂർണ്ണമായി മുസ്ലിങ്ങൾ വിഴുങ്ങി എന്ന് കണ്ടപ്പോൾ ഇസ്ലാമിന്റെ മേലെ അവർക്ക് ആധിപത്യം ഉണ്ടായി. മുസ്ലിം സ്പെയിൻ അബൂ അബ്ദില്ല ഫെർഡിനൻഡിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ആ സ്പെയിൻ നഷ്ടപ്പെട്ട മുസ്ലിം തിരിച്ചു കിട്ടാത്തതാണ്. അപ്പൊ തബറുൽ ജാഹിലിയ്യത്ത് എന്ന് പറഞ്ഞാൽ സൗന്ദര്യ പ്രദർശനം എന്നുള്ളത് ചെറുതല്ല. അവിടെ പുരുഷന്മാരെ ബന്ധപ്പെടുന്നില്ല. പുരുഷന്മാരുടെ വേഷത്തിലാണ് ചർച്ച ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആൺകുട്ടികളൊക്കെ ഒരു പാൻറിന്റെ കാര്യം കൂടെ 2 ആന ഒഴിച്ചു വരുമ്പോൾ ആ ജാതി വലിപ്പുള്ള പാൻറ് ഇട്ടിട്ട് നടക്കും. എന്നാലോ ആ പാൻറ് ഇട്ട് ധരിച്ച് നടന്നാൽ അവർക്ക് പൂർണ്ണമായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. പല സമയങ്ങളിലും അവർക്ക് വെളിവാകുന്ന പല കോലങ്ങളും അവരിൽ കാണാം. അതൊന്നുമാകട്ടെ വിഷയത്തിന് പോകുന്നതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതാണ് 3ാമത്തെ ജാഹിലിയ്യത്തിന്റെ അടയാളം. അവസാനത്തെ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. 4ാമത്തേത് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹുക്മുൽ ജാഹിലിയ്യത്താണ്. അപ്പൊ ഹുക്മുൽ ജാഹിലിയ്യത്ത് യബുൽ, ജാഹിലിയ്യത്തിന്റെ വിധിയാണ് അവർ തേടുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരുപാട് വിശദീകരണമുണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായ വിശദീകരണം പറയാം. സിമ്പിളായ വിശദീകരണം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ അപ്പുറത്ത് ചുറ്റുപാടുകളുടെ വിഷയങ്ങളെ എടുക്കുക. ചുറ്റുപാടുകളുടെ വിഷയം അവിടെ ഇസ്ലാമിന്റെ വിഷയത്തിന് പ്രസക്തിയില്ല. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വിഷയം 2ാം സ്ഥാനത്തേക്ക് മാറ്റി വെക്കുക. ഉദാഹരണത്തിന് നമ്മുടെ മുമ്പിൽ ഒരു വിഷയം വന്നു, ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. നമുക്കൊരു ലോൺ എടുക്കണം. ലോൺ തരാൻ ബാങ്ക് തയ്യാറാണ്. നമ്മുടെ മുമ്പിൽ അപ്പോൾ ഒരു വിഷയം വന്നിരിക്കുകയാണ്. നമ്മൾ അവിടെ ഏത് വിധി എടുക്കുക? സമൂഹത്തിന്റെ വിധി എടുക്കുവോ ഇസ്ലാമിന്റെ വിധി എടുക്കുവോ? നമ്മളത് ചിന്തിക്കേണ്ടത്. ഇസ്ലാമിന്റെ വിധി അത് ഹറാമാണ്, പലിശയാണ്, ഇസ്ലാമിന്റെ ഹുക്മതാണ്. എന്നാൽ സമൂഹം പറയുന്നത് എന്താ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതില്ലാതെ വേറെ മാർഗമില്ല, അത് എടുത്തേ പറ്റൂ. എങ്ങനെ ബിസിനസ് തുടങ്ങാൻ പറ്റുള്ളൂ, എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രഷറിന്റെ മുകളിൽ തൽക്കാലം ലോൺ എടുക്കാം എന്നിട്ട് വേറെ എന്തെങ്കിലും മറിച്ച് ഈ ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഹറാമിൽ നിന്ന് ഒഴിവാകാം. അപ്പോഴും ആദ്യം പരിഗണന കൊടുക്കുന്നതിലായിരിക്കും ഹുക്മുൽ ഇസ്ലാം അല്ല, പിന്നെയാണ് ഹുക്മുൽ ജാഹിലിയ്യത്തായിരിക്കും. പലിശ ഹുക്മുൽ ജാഹിലിയ്യത്തല്ലേ? അങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ടോ ആ വിഷയത്തെ നിങ്ങൾ ഹുക്മുൽ ഇസ്ലാമും ഹുക്മുൽ ജാഹിലിയ്യത്തുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും അപ്പൊ അവരറിയാം നമ്മൾ മുൻഗണന കൊടുക്കുന്നത് ഹുക്മുൽ ഇസ്ലാമാണോ ഹുക്മുൽ ജാഹിലിയ്യത്താണോ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഹദീസുണ്ട്. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ 6882 നമ്പറായി രേഖപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറഞ്ഞു, അബഗദുൻ നാസ് ഇലല്ലാഹി ഫലാഹും, അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ദേഷ്യമുള്ള ആളുകൾ 3 വിഭാഗം ആളുകളാണ്. ആ 3-ൽ മുൽഹിദുൻ ഫിൽ ഹറാം, ഹറാമിൽ വൃത്തികേട് ചെയ്യുന്ന ആളുകൾ. രണ്ടാമത്തേത് മുബ്തദിഉൻ ഫിൽ ഇസ്ലാമി സുന്നത്തുൽ ജാഹിലിയ്യത്ത്, ഇസ്ലാമിൽ ജാഹിലിയ്യത്തിന്റെ സംസ്കാരത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ. ഓരോന്നെയും പറഞ്ഞത് ഓരോ ഉദാഹരണ സഹിതം വിശദീകരിക്കേണ്ട പോയിന്റുകളാണ്. ഒരുപാട് ജാഹിലിയ്യ സംസ്കാരങ്ങൾ, വിധികൾ നമ്മുടെ ഇടയിലേക്ക്
മുന്നിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുകയാ ഓരോ കാര്യങ്ങളും. മൂന്നാമത്തേത് ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുക, അതും അള്ളാഹുവിന്റെ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. അപ്പൊ ഈ 4 വിഷയങ്ങൾ, 4 ജാഹിലിയ്യ സംസ്കാരങ്ങളെ ഖുർആൻ പറയുന്നുണ്ട്. ഈ 4 ജാഹിലിയ്യ സംസ്കാരങ്ങളെ വിശദീകരിച്ചുകൊണ്ടാണ് ഷേഖ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹ് മസാഇൽ ജാഹിലിയ്യ എന്ന ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ പറഞ്ഞ ഓരോ പോയിന്റുകൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ ജാഹിലിയ്യത്തിന്റെ പ്രസരിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് കൂടെ ആവർത്തിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലക്കും ഖലന അൽ ഇസ്ലാമി ക്ഷമിക്കണം ലാ തഖൂമു സഅതു ഹത്താ തുഅബദു ലാത്ത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും ആരാധിക്കപ്പെടുന്നത് വരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അപ്പോ ശിർക്ക് സമൂഹത്തിന്റെ ഇടയിൽ സംഭവിച്ചു. അതിൽ നിന്നും ജാഹിലിയ്യ സംസ്കാരങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, നിർത്തിക്കൊണ്ടു പോകുന്നില്ല. എനിക്ക് ദുഹറിനെ മലപ്പുറത്ത് എത്തണം. അപ്പോൾ ഞാൻ ഒരിക്കൽ ഈ വിഷയം തന്നെ ഇനിയും വെച്ചോളൂ, നമുക്ക് പറയാം. ഒറ്റയ്ക്ക് പറയാം. തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സാധാരണ ഞാൻ വരുമ്പോൾ നടക്കുന്ന ഒരു സദഖയുടെ കാര്യമുണ്ട്. നമ്മുടെ ഖുർആൻ അക്കാദമിക്ക് വേണ്ടിയുള്ള സദഖയാണ്. കുറച്ച് പരിതാപകരമാണ് അവസ്ഥ. ഞാൻ മുമ്പ് ചോദിച്ചല്ലോ, നമ്മുടെ കൂട്ടത്തിൽ ഖുർആൻ ആശയസഹിതം പാരായണം ചെയ്യാൻ അറിയുന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിച്ചല്ലോ. പണ്ഡിതന്മാരെ വിളിച്ചാൽ, പണ്ഡിതന്മാരെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിശുദ്ധ വേദഗ്രന്ഥം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ. അതല്ലാതെ കുത്തുബ പറയുന്ന എല്ലാ ആൾക്കാരെ പറ്റിയല്ല ഈ പറഞ്ഞു. പണ്ഡിതന്മാരെ ഒഴിവാക്കിയാൽ മുസ്ലിം സമൂഹത്തിൽ 4% താഴെ ആളുകൾക്ക് ഖുർആൻ ആശയസഹിത അറിയുള്ളൂ. ഒരുപക്ഷെ ആൾക്ക് അറിയില്ല. എന്തായാലും കാരണം വെച്ചാല് അതിന് ഈ പറഞ്ഞ പോലെ വലിയ പ്രാധാന്യം കൊടുത്തില്ല. ഖുർആൻ ഓതുന്നത് എങ്ങനെയാണെന്ന് അതിന് പ്രാധാന്യം കൊടുത്തു. തജ്വീദ് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ പ്രാധാന്യം കൊടുത്തു. അത് നിസ്സാരമല്ല, അത് വലിയ കാര്യത്തിൽ ഞാൻ തജ്വീദ് പഠിപ്പിക്കുന്ന ആളാണ്. ഞാൻ അതിനൊരു പ്രത്യേക സിലബസ് ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്ത് കുട്ടികൾക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അത് നിസ്സാരമായിട്ട് കാണില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ആശയം എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അപ്പോ അങ്ങനെ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ മനാറിൽ പ്രവർത്തിക്കുന്ന അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ നാമധേയത്തിലുള്ളതാണ്. ഖുർആൻ പണ്ഡിതനാണ്. പ്രവാചകന്റെ കുത്താബുൽ വഹി എഴുത്തുകാരിൽപ്പെട്ട ഒരു പ്രധാനിയാണ്. പ്രവാചകന്റെ രഹസ്യ സൂക്ഷിപ്പുകാരിൽപ്പെട്ട ഒരു സഹാബിയാണ്. അദ്ദേഹത്തിന്റെ നാമധേയത്തിലാണ് നമ്മുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മനാറുൽ ഹുദയിൽ സാദ് എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു അർത്ഥം കൂടെയുണ്ട്, പാഥേയം. നാളെ പരലോകത്തേക്കുള്ള ഒരു പാഥേയം കൂടിയാണ്. അപ്പോ 40ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു കുട്ടീനെയൊക്കെ സ്പോൺസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. 72,000 രൂപയാണ് ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയുടെ സ്പോൺസർഷിപ്പിനുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. 6,000 രൂപ ഒരു മാസത്തെ ചെലവ് വരും. നോമ്പ് തുറയ്ക്ക് ഇപ്പൊ കുറച്ച് ദിവസം 3 ദിവസം കൂടെ ഉള്ളൂ കുട്ടികൾക്ക് നോമ്പ് തുറ. ആ നോമ്പ് തുറയ്ക്ക് 4,000 രൂപയാണ്. ഒരു ദിവസത്തെ ചെലവ് 200 രൂപ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്താൽ അത്രയും ഉപകാരമുള്ള കാര്യമാണ്. എത്തി മക്കളുണ്ട്, അഗതികളായ കുട്ടികളുണ്ട്. 8 നമ്മൾ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് 8ഓളം ഹാഫുകളാണ് ആശയസഹിതം ചെയ്യുന്നത്. 8ഓളം ഹാഫുകൾ പുറത്തിറങ്ങി. 2 പെൺകുട്ടികളും 6 ആൺകുട്ടികളും. ഇനി അഡ്മിഷൻ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ അതും നമുക്ക് അനുവദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്വതക്ക അതിലേക്ക് മാറ്റിവെക്കണം. 17 ലക്ഷം രൂപ കടത്തിലാണ് സ്ഥാപനം പോകുന്നത്. അതുകൊണ്ട് ഉണർത്തുകയാണ്. എല്ലാവരും പ്രത്യേകം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽപ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മുടെ മണ്ണാർക്കാട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഈ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് അറിവുകൾ പകർന്നു നൽകാൻ ഈ ഇത്തരം ക്ലാസ്സുകൾ ഉപകരിക്കുന്നുള്ളതും അതിനുവേണ്ടി ഒരു സ്ഥിരം സംവിധാനം ഇവിടെ ഉണ്ടാക്കി എന്നുള്ളതും ഏറ്റവും ശ്ലാഘനീയമായ കാര്യമാണ്. അല്ലാഹു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല ഇത്തരം പ്രവർത്തനങ്ങളുമായി ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള ആഫിയത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിക്ക് സാക്ഷികളാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.